السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ KAG നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഹത്തിലും പരത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതേതാണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മറുപടി? ഏറ്റവും വിലപ്പെട്ടത് സമയമാണ്. ഏറ്റവും വിലപ്പെട്ടത് സമയമാണ്. നമ്മുടെ മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി എന്താണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ മറുപടി? നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്താണ്? മസിലാണ്? സമ്പത്താണ്? നമ്മുടെ പവർ എന്താണ്? ശരിക്കും മനസ്സാണ്. ഒരു സംശയവും വേണ്ട. വിൽ പവറാണ്. ഏറ്റവും വിലപിടിപ്പുള്ള സമയത്ത് ഏറ്റവും ശക്തിയുള്ള മനസ്സിനെ ശക്തിപ്പെടുത്താനാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ. മനുഷ്യന്റെ മനസ്സ് ചൊവ്വാക്കിയത്, നേരെയാക്കിയത് അല്ലാഹുവാണ്. അതിന് നന്മയുടെ ബോധവും തിന്മയുടെ ബോധവും ഒക്കെ പകർന്നു നൽകിയത് അല്ലാഹുവാണ്. അങ്ങനെ ഒരു ബോധവുമായിട്ടാണ് അവൻ ഭൂലോകത്തേക്ക് വരുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഈ മനസ്സിനെ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് ആരാണോ ശക്തിപ്പെടുത്തുന്നത് അവൻ വിജയിച്ചിരിക്കുന്നു. ഈ മനസ്സിനെ ചളിയിൽ പുരട്ടി മലീമസമാക്കുന്നതാരാണോ, വൃത്തികേടാക്കുന്നതാരാണോ, അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. മനസ്സിന്റെ നന്മയാണ് നന്മ, മനസ്സിന്റെ ശക്തിയാണ് ശക്തി. അത് നേടുക എന്നത് റമളാനിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞതിന്റെ ആശയവും അതാണ്. നിങ്ങൾ ജാഗ്രതയും സൂക്ഷ്മതയും ഉള്ളവരാവാൻ, അതിനാണ് നോമ്പെടുക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ മനസ്സ് എത്രത്തോളം ചപലമാണ് എന്ന് നമ്മൾ പരിശോധിക്കുക. എന്നിട്ട് അതിന്റെ ശക്തി കൂട്ടാൻ, അതിന്റെ ഹോഴ്സ് പവർ കൂട്ടാൻ വേണ്ടി പണിയെടുക്കുക. അങ്ങനെ ഒരു മനഃശക്തി നമുക്കുണ്ടെങ്കിൽ അത് അഫ്ലഹ, അവൻ ജയിച്ചു എന്നാണ്. പാസ്റ്റ് ടെൻസിലാണല്ലോ പറഞ്ഞത്. അത് അഫ്ലഹ, അവൻ ജയിച്ചു. അതാണ് ഗസ്സ നമ്മോട് പറയുന്നത്. അവിടെ ചെറിയ കുട്ടികൾ വരെ എന്ത് ധീരതയോടുകൂടിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിൽ പവർ. ഈ കുട്ടികൾക്കൊക്കെ ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കും. നമ്മുടെ കുട്ടികൾ, നമ്മളൊക്കെ ജീവിക്കുന്ന ഈ സ്ഥലത്ത് പെട്ടെന്നൊരു ബോംബ് വീണു എന്ന് പറഞ്ഞാൽ ഓടി സ്ഥലം കാലിയാക്കും. ഓടിയ വഴിയിൽ പുല്ല് മുളക്കില്ല. നിരന്തരം ബോംബ് വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ നിങ്ങൾ പോകാൻ പറഞ്ഞാലും ഞങ്ങൾ പോകില്ല.
മദീനക്കാരോട് ഉഹദ് യുദ്ധം കഴിഞ്ഞ് ഖന്തക്കിന്റെ പശ്ചാത്തലത്തിൽ കപടവിശ്വാസികൾ പറയുന്നൊരു വർത്തമാനമുണ്ട്. യാ അഹ്ല യസ്രിബ് ലാ മുഖാമ ലക്കുമുൽ, നിങ്ങൾക്ക് രക്ഷയില്ല. ഫർജിഉ, നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ. ഇവിടുന്ന് പോവാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ് പറഞ്ഞത്. ഇതാണ് ഇന്നത്തെ ആധുനിക ഫറോവമാർ ഗസയിലെ 10-20 ലക്ഷം മനുഷ്യരോട് പറയുന്നത്. ഫർജിഉ, നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരരുത്, ഇവിടുന്ന് പോയിക്കോളൂ, മടങ്ങി പോയിക്കോളൂ. പക്ഷെ അവര് പറയുന്നത് ഞങ്ങൾക്കാരെയും പേടിയില്ല, നിങ്ങളെ കണ്ടിവിടെ താമസിക്കാൻ വന്നവരല്ല, പോവില്ല. കാരണം അവർക്ക് പേടിയില്ല. അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നൻ നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ജനങ്ങളെല്ലാവരും നിങ്ങൾക്കെതിരാണ്, ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാണ്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണം കേട്ടോ എന്നവരോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ മറുപടി പറഞ്ഞ ഒരു കൂട്ടർ ചരിത്രത്തിലുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നൻ നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. ഇങ്ങനെ ഒരു കൂട്ടർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെയാണ് അള്ളാഹു നമുക്ക് അടയാളപ്പെടുത്തി തരുന്നത്. ഫസാദഹും ഈമാന. ഇങ്ങനെ പറഞ്ഞപ്പോ അവർ പേടിച്ചില്ല, പകരം അവരുടെ മനസ്സിന്റെ ശക്തി, ഈമാനിന്റെ ശക്തി വർദ്ധിച്ചു. ഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, വേറെ ലോകത്ത് സകല വൻശക്തികളും ഞങ്ങൾക്കെതിരെ വന്നാലും we don't care. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, അല്ലാഹുവിൽ ഞങ്ങൾ വരമില്ല. ഇത് ചരിത്രത്തിലുടനീളം നമ്മൾ കാണുന്നത്. അത് പണ്ടെന്നോ നടന്ന 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്രമല്ലേ എന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഇന്നും നമ്മൾ ജീവിക്കുന്ന ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ മനക്കരുത്ത്. എങ്ങനെയാണ് അവരിത് നേടിയത്? നേടുന്നത് എങ്ങനെയാണ്? അത് അഫ്ലഹ മൻ സക്കാഹ. ഈ മനസ്സ് കഴുകി തുടച്ച് കരുത്തുള്ളതാക്കിയാൽ ഏത് കൊലകൊമ്പന്റെ മുമ്പിലും എഴുന്നേറ്റ് നിന്ന് നെഞ്ച് വിരിച്ച് നിൽക്കാൻ സാധിക്കും. കാരണം അവർക്ക് കരുത്തു നൽകുന്നത് അല്ലാഹുവാണ്. അവർക്ക് കരുത്തു നൽകിക്കൊണ്ട് മാലാഖമാർ അവരുടെ കൂടെയുണ്ട്. ബദറിൽ എങ്ങനെയാണ് നബിയും സഹാബത്തും ജയിച്ചത്? എങ്ങനെയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചതാണല്ലോ. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. സൂറത്ത് ആലി ഇമ്രാനിൽ അല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങൾ വളരെ ഊതിയാൽ പറക്കുന്നവരായിരുന്നു, വളരെ ദുർബലരായിരുന്നു, പക്ഷെ അല്ലാഹു നിങ്ങളെ സഹായിച്ചു. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവോട് മനംനൊന്ത് പ്രാർത്ഥിച്ചു. ഫസ്തജാബ ലക്കും ഇന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. അല്ലാഹ് അപ്പ തന്നെ മറുപടി കൊടുത്തു. ഡോണ്ട് വറി, പേടിക്കണ്ട. മാലാഖമാരെ ഇറക്കിക്കൊണ്ട്, ആയിരക്കണക്കിന് മാലാഖമാരെ ഇറക്കിക്കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കും. അതാണ് ബദറിൽ സംഭവിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ തലേന്ന് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പടച്ചവനെ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ, പടച്ചവനെ എൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു ചെറു സംഘമാണ്, ഈ സംഘത്തെ എങ്ങാനും ഇന്ന് നീ നശിപ്പിക്കുകയാണെങ്കിൽ, ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബതൽ യൗം
ഫലാ തുഅ്ബദു ഫിൽ അർളി അഹദ. പിന്നെ നിന്നെ അനുസരിച്ച് ജീവിക്കാൻ ഈ ഭൂമുഖത്ത് ആരും ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് ഈ പള്ളിയിൽ കൂടി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. നബി ആശങ്കിച്ചിരുന്നത് പോലെ സംഭവിച്ചിരുന്നെങ്കിലോ അതോടുകൂടി ഇസ്ലാം അവസാനിക്കുമായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഇസ്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്നവർ തെളിവോടുകൂടി ജീവിക്കട്ടെ, മരിക്കുന്നവർ തെളിവോടുകൂടി മരിക്കട്ടെ. അങ്ങനെയാണ് ബദറിൽ ജയിച്ചത്. ബദറിൽ മലക്കുകൾ ഇറങ്ങി എന്ന് നമ്മൾ എന്തായാലും വിശ്വസിക്കുന്നു. കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. പക്ഷെ നമുക്കൊരു തെറ്റിദ്ധാരണ, ബദറിലെ മലക്കുകൾ ഇറങ്ങും അല്ല. മലക്കുകൾ ഗസയിൽ ഇറങ്ങും, ഫലസ്തീനിൽ ഇറങ്ങും. മാലാഖമാർ ഈ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇറങ്ങും. നമ്മളതിന് പറ്റിയവരാണെങ്കിൽ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. കേൾക്കുമ്പോൾ എന്തൊരു സമാധാനം. ഞാൻ പറഞ്ഞു, ഇന്നും മാലാഖമാർ അവിടെയുള്ള ഗസയിലെ ധീരരായ ചെറുപ്പക്കാരുടെ കാതിൽ വന്നുകൊണ്ട് മന്ത്രിക്കുകയാണ്. കാരണം അവർ റബ്ബുനല്ലാ എന്ന് പറഞ്ഞവരാണ്. അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ്, ഞങ്ങൾക്ക് ആരും പേടിയില്ല. പറയാ മാത്രല്ല, സുമ്മസ്തഖാമു, എന്തൊക്കെ പ്രലോഭനങ്ങൾ നൽകിയാലും ആ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാൻ തീരുമാനിച്ചവരാണവർ. തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു. പിന്നൊന്നും പേടിക്കണ്ട. മാലാഖമാരിൽ ഇങ്ങനെ തുരുതുരാ ഇറങ്ങാൻ, തതനസ്സലു എന്നാ പറഞ്ഞത്, തുരുതുരാ ഇറങ്ങിക്കൊണ്ടിരിക്കും. തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു. നിങ്ങളൊന്ന് ആലോചിച്ചു, എൻ്റെ ഈ വലത്തെ ചെവിയിലും ഇടത്തെ ചെവിയിലും ഇങ്ങനെ മാലാഖമാർ വന്നിട്ട് ഇങ്ങനെ പറയാൻ, പേടിക്കണ്ട, ഒരു ബേജാറും വേണ്ട, നീ മുന്നോട്ട് പോയിക്കോ, ധൈര്യമായിട്ടിരിക്ക്, ഒരാളും നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, എന്നിങ്ങനെ എന്നോട് പറയുകയാണെങ്കിൽ അതിൽ പരം കരുത്ത് പിന്നെന്താണ്? അതാണ് തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു. അതിന് ധൈര്യം കിട്ടണമെങ്കിൽ ഈ മാലാഖമാർ നമ്മുടെ ഒപ്പം ഉണ്ടാവണം. അതിന് അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് എന്ന് പറയണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, എന്നിട്ട് പിന്നെ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം, അതിൽ മുന്നോട്ട് പോകണം. അപ്പൊ പിന്നെ മരിക്കാൻ പേടിയില്ല. മരിക്കാൻ പേടിയില്ലാത്തവരെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റില്ല. കാരണം അവർ മരിച്ചാൽ ഇതിനേക്കാൾ വലിയ ഒരു സന്തോഷമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അവരുടെ വിജയം. അതുകൊണ്ട് അവരെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ രക്തസാക്ഷ്യം അവരാഘോഷിക്കും. അത് ഇവർക്കും മരിക്കാൻ പേടിയാണ്. അവർക്ക് മരണം ഒരാഘോഷമാണ്. അത് ഈ റമളാനിൽ അവിടെ നിന്നൊക്കെ വരുന്ന വാർത്തകൾ, ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ, നമ്മളൊക്കെ ഏതോ സ്വർഗത്തിലാണ്. ആ മനുഷ്യന്മാർ ജീവിക്കുന്നത് എവിടെയാണ്, എങ്ങനെയാണ്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, അവിടുത്തെ നോമ്പുതുറ എന്താണ്, നമുക്കൊക്കെ എന്തൊക്കെ വിഭവങ്ങളാണ് നോമ്പുറക്കാൻ. ഗസയിലെ ആ കുട്ടികൾ, ഗസയിലെ ആ ഉമ്മമാർ, ഗസയിലെ ആ ചെറുപ്പക്കാർ, അവർ ഈമാനിന്റെ കരുത്തുകൊണ്ട് നമുക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി അവിടെ മസ്ജിദുൽ അഖ്സക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ബദ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും സഹോദരന്മാരെ. കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറ. എത്രയെത്ര ചെറിയ ചെറിയ സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ അതിജയിച്ചിട്ടുള്ളത്. അതിജയിക്കുന്നത് ഈമാനിന്റെ കരുത്തുകൊണ്ടാണ്.
ആയുധത്തിന്റെ ഫലം കൊണ്ടല്ല, ആൾബലം കൊണ്ടല്ല. നിങ്ങൾക്ക് ഈമാനിന്റെ കരുത്തുണ്ടെങ്കിൽ. ചില ആളുകൾ ഫേസ്ബുക്കിലും മറ്റൊക്കെ എഴുതിയിട്ടുണ്ട്, ഈ ഫലസ്തീനികൾ എത്ര വിഡ്ഢികളാണ്, അവർക്ക് ഒന്ന് താഴ്ന്നു കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ. പുറത്തുള്ള ആൾക്കാരല്ല, മുസ്ലിം പേര് വെച്ചിട്ടുള്ള വലിയ വലിയ തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഈ പറയും. അവർക്ക് രക്തസാക്ഷ്യത്തിന്റെ വില അറിയില്ല. അവർ ബദരീങ്ങളെ പഠിച്ചിട്ടില്ല. അവർ ഉഹുദിലെ ശുഹദാക്കളെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. കാരണം ആ സമയത്ത് അവരോട് പറഞ്ഞു, ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് ആ വർത്താനം. അവർ ഞങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിൽ അവർ മരിക്കുമായിരുന്നില്ല. വെറുതെ പോയി തല വെച്ചു കൊടുത്താലേ. അന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ ഞങ്ങളെപ്പോലെ വീട്ടിൽ അടങ്ങി ഒരുങ്ങി ഇരുന്നിരുന്നെങ്കിൽ വെറുതെ മരിക്കാൻ പോകേണ്ടിയിരുന്നോ, വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവർ മരിക്കാൻ പേടിയുള്ളവരല്ല. അവർ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, ഇസ്സത്തിന് വേണ്ടി പോരാടുന്നവരാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ എന്നുറച്ച് വിശ്വസിച്ചുകൊണ്ട് നോമ്പെടുത്ത് ഈമാനിന്റെ കരുത്തുകൂട്ടി ഏത് വില്ലാളി വീരന്റെ മുമ്പിലും ഏത് ലോക പോലീസിന്റെ മുമ്പിലും നെഞ്ചി വിരിച്ച് നിൽക്കാനുള്ള കരുത്ത് നേടുകയാണ്. ആ കരുത്താണ് നമുക്ക് റമദാനിലൂടെ നേടിയെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ധീരന്മാരായ, കരുത്തരായ, ഈമാനുള്ള, തഖ്വയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിന്റെ രാവിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടിയിരിക്കുന്ന ഈ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി പ്രതിഫലം നൽകി, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ നാമത്തിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇവിടെ ഇതിനു മുമ്പ് സംസാരിച്ച ഫൈസൽ മഞ്ചേരി സാഹിബ് ഖുർആനിലെ ആ വചനം എടുത്തുകൊണ്ട് നമ്മളോട് സംസാരിക്കേണ്ടായി. നിങ്ങൾക്ക് അല്ലാഹു മതി, എല്ലാം ഏൽപ്പിച്ചു കൊടുക്കാൻ അവനാണ് ഉത്തമൻ, എൻ്റെ എല്ലാം ഏറ്റെടുത്ത് നടത്തുവാൻ പടച്ചവൻ മതി എന്ന ഉറച്ച വിശ്വാസം, അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിൻ്റെ വലിയൊരു കരുത്താണ്. നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല പരിചയസമ്പന്നനായ ഒരു ഡ്രൈവർ, വളരെ പ്രൊഫഷണലായി ഡ്രൈവ് ചെയ്യുന്ന, വഴിയെല്ലാം നന്നായിട്ട് അറിയുന്ന, നന്നായി വാഹനം ഓടിക്കുന്ന ഒരാളുടെ വാഹനത്തിൽ നമ്മളിങ്ങനെ ദീർഘമായിട്ട് യാത്ര ചെയ്യുന്നെന്ന് കരുതും. നമ്മൾ ആ യാത്രയിൽ സുന്ദരമായിട്ട് ഉറങ്ങും, നമുക്കൊരു ടെൻഷനില്ല. കാരണം അവനെ നന്നായിട്ട് ഓടിക്കാൻ അറിയാം, എല്ലാം അറിയാം, എനിക്കൊരു പേടിയില്ല, അവിടെ ഏൽപ്പിച്ചു കൊടുത്തേക്കുക. അപ്പോൾ ആ ഒരു ഉറപ്പിൽ എനിക്ക് ഉറങ്ങാൻ സാധിക്കും. അല്ലാത്തവൻ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബേജാറാണ്. ഒരു വണ്ടി നേരെ വരുമ്പോൾ അവൻ ബ്രേക്ക് ചെയ്യണതിന് മുമ്പ് എൻ്റെ കാലും ബ്രേക്കിലേക്ക് പോകും. ചിലപ്പോൾ കാലിങ്ങനെ നമ്മൾ അറിയാണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമുക്ക് പേടിയാണ്, ഒരു ഉറപ്പില്ല. ഈ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പടച്ചമ്പുരാൻ, അവൻ ഖാലിഖാണ്, റാസിഖാണ്, അവൻ ഭാര്യയാണ്, മുഅ്മിനാണ്, മുഹൈമിനാണ്.
അങ്ങനെ തുടങ്ങി എന്തെല്ലാം ഈ ഭൂമിയെയും സർവ്വലോകങ്ങളെയും എല്ലാം പരിപാലിക്കാൻ വേണ്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണോ അതും അതിനും അപ്പുറവും എല്ലാ വിശേഷണങ്ങൾക്കും ഉടമയായ പടച്ച തമ്പുരാൻ എൻ്റെ എല്ലാ കാര്യവും അവൻ്റെ കയ്യിലോട്ട് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പിന്നെ ഞാനതിന് പേടിക്കണം. കാരണം ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്ന പടച്ചതമ്പുരാനാണ്. അവനാണ് എൻ്റെ റബ്ബ്, അവനാണ് ഖാലിഖ് റാസിഖ്, എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം? അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ സംഗതികളെയും റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, തവക്കുൽ ചെയ്യുമ്പോൾ, അവിടെ ഞാൻ ചെയ്യേണ്ട കുറെ സംഗതികളുണ്ട്. എൻ്റെതായ എല്ലാ കഴിവുകളെയും ഞാൻ വിനിയോഗിച്ചുകൊണ്ട്, അതിനപ്പുറം എൻ്റെ കഴിവുകൾക്ക് അതീതമായ പല സംഗതികളുണ്ട്. അത് റബ്ബിനെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെതായിട്ടുള്ള എല്ലാം ഞാൻ ചെയ്തു. ഉറൂബിൻ്റെ ഒരു ചെറുകഥയുണ്ട്. അതിൽ ഒരു കഥാപാത്രം മുഹമ്മദാണ്. മുഹമ്മദ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടച്ചോൻ ചോറ് വരും. പടച്ചോന്റെ ചോറുന്ന അതിൻ്റെ പേര്, ചെറുകഥൻ്റെ പേര്. അപ്പോൾ ആ ഒരു തത്വമാണ് മൂപ്പർ അവതരിപ്പിക്കുന്ന അവിടെ. പടച്ചോൻ ചോറ് തന്നോളൂ, ഒരു പ്രത്യേകതരം തവക്കില്ല. അപ്പോൾ വേറൊരു കഥാപാത്രമുണ്ട്, ഒരു ഉസ്താദാണ്. മൂപ്പർ ഈ മുഹമ്മദിനെ പിടിച്ചിട്ട് റൂമിൽ പൂട്ടിയിട്ട് ഒരു ദിവസം അങ്ങോട്ട് പൂട്ടിയിട്ടിട്ട് ഭക്ഷണവും കൊടുത്തില്ല, വെള്ളവും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. പിറ്റേന്ന് തുറന്നിട്ടിട്ട് ചോദിച്ചു, പടച്ചോൻ്റെ ചോറ് കിട്ടിയോന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, കിട്ടിയില്ല. നീ നിനക്ക് അധ്വാനിച്ചാൽ നിനക്ക് എന്തൊക്കെ കിട്ടും? എനിക്കെല്ലാം കിട്ടും. അതാ സംഭവം. വെറുതെ അങ്ങനെ കുത്തിയിരുന്നു കഴിഞ്ഞാൽ പടച്ചോൻ ചോറ് വരില്ല. നമ്മൾ നമ്മളുടേതായിട്ടുള്ള എല്ലാ കഴിവുകളെയും നമ്മൾ വിനിയോഗിക്കണം. അതിനു വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഉമറുല്ലാഹുവിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ലൗ അന്നക്കും തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി, നിങ്ങൾ പടച്ചവനിൽ തവക്കുൽ ചെയ്യേണ്ട വിധം തവക്കുൽ ചെയ്യുകയാണെങ്കിൽ ലറസഖക്കും കമാ യർസുഖു തയ്ർ, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ പടച്ചവൻ തരും. തഹ്ദു ഹിസാമ തഹ്ദു ഹിമാസം വതറൂഹു ബിത്വാന, ഒഴിഞ്ഞ വയറുമായിട്ട് അതിങ്ങനെ പോവും. കൂട്ടിലിരിക്കല്ല, അതിങ്ങനെ പോവും. പോയിട്ട് അതിൻ്റെ അന്നം കണ്ടെത്തും. കിലോമീറ്ററുകളോളം സഞ്ചരിക്കും. അത് സഞ്ചരിച്ച് അതിൻ്റെ അന്നം എവിടെയാണോ അത് തേടി പിടിച്ചിട്ട് അത് തിരിച്ചു വരും. വതറൂഹു ബിത്വാന, വയറ് നിറച്ചിട്ടത് വരും. പരിശ്രമവുമായിട്ട് അതിങ്ങനെ രാവിലെ പുറപ്പെടും. അതിന് കൂട്ടിലിരുന്ന ഭക്ഷണം കിട്ടൂല എന്ന് നന്നായിട്ടറിയാം. അത് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, ഉർസിൽ നാഖത്തി വതവക്കൽ, ഞാൻ എൻ്റെ ഒരു ഒട്ടകത്തിനായിട്ടാണ് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു ഒട്ടകത്തിനായിട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ഒട്ടകത്തിനെ അങ്ങോട്ട് അഴിച്ചു വിട്ടിട്ട് ഞാൻ തവക്കുൽ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്ൽഹാ വതവക്കൽ, ഇഖ്ൽഹാ വതവക്കൽ, നീ അതിനെ കെട്ടിയിട്, എന്നിട്ട് തവക്കുൽ ചെയ്യ്. നീ ചെയ്യേണ്ട പണി ചെയ്യണം, അല്ലെങ്കിൽ ഒട്ടകം അതിൻ്റെ പാട്ടിന് പോകും. നീ എടുക്കേണ്ട പണിയെടുക്കാണ്ട് പടച്ചോ നോക്കിക്കോളൂ എന്ന് വിചാരിച്ചിട്ട് നീ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടകത്തിനെ കിട്ടൂല എനിക്ക്. അപ്പൊ ചെയ്യേണ്ട പണി നീ ചെയ്യാതെ തവക്കുൽ ചെയ്യാന്ന് പറഞ്ഞ പരിപാടി പറ്റൂല. അത് പടച്ചോൻ ഏറ്റെടുക്കൂല. മാനുഷികമായ കഴിവുകളെല്ലാം വിനിയോഗിക്കണം. ഇനി പടച്ചവനെ ഉള്ളൂ എന്ന അവസ്ഥ വന്നാൽ ആ അവസാനത്തിൽ തൻ്റെ എല്ലാ കഴിവുകളെയും വിനിയോഗിച്ചിട്ട് ഇനി തൻ്റെതായിട്ടുള്ള ഒരു പരിശ്രമവും ബാക്കിയില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ, റബ്ബേ ഇനി നിന്നിൽ ഞാൻ ഇത് ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പടച്ചവൻ ഏറ്റെടുക്കും. കാരണം ഇനി അവനും മനുഷ്യനെന്നുള്ള നിലക്ക് ചെയ്യാൻ ഇനി ഒന്നും ബാക്കിയില്ലല്ലോ. മാനുഷികമായ കഴിവുകളെ വിനിയോഗിക്കുകയും അള്ളാഹുവിൻ്റെ ഇച്ഛയുമായിട്ട് അത് ചേർന്ന് വരികയും ചെയ്യണം. മനുഷ്യാധ്വാനവും ദൈവിക മാർഗദർശനവും തമ്മിലൊരു താളപ്പൊരുത്തം ഉണ്ടാകണം. അപ്പോൾ പടച്ചമ്പുരാന്റെ സഹായം അവിടെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോഴാണ് മലക്കുകളൊക്കെ ഇറങ്ങുന്നത്. ബദറിൽ മലക്കുകൾ ഇറങ്ങി എന്ന് പറഞ്ഞ്, നമ്മൾ ഹുനൈനിൽ ഇറങ്ങി എന്ന് പറഞ്ഞ് അല്ലേ, അത് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അത് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പലസ്തീനിൽ ഇറങ്ങുന്നില്ല എന്ന് ചോദിക്കും. മനുഷ്യന്മാരവിടെ പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവരുടേതായിട്ടുള്ള എല്ലാ കഴിവുകളും വിനിയോഗിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ കഴിവുകൾ വിനിയോഗിക്കാതെ കുത്തിയിരിക്കുന്ന വേറെ കുറെ ആൾക്കാരുണ്ട്.
മുസ്ലിം ഉമ്മത്ത് അവരുടേതായിട്ടുള്ള എല്ലാ കഴിവുകളെയും വിനിയോഗിക്കണം. ഇവിടെ ഒരു സമൂഹം ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുന്നു, വേറെ ആളുകൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടിരിക്കുക. അവരുടെ വിഭവശേഷികൾ വിനിയോഗിക്കാതെ മാറിയിരിക്കും. പിന്നെ എങ്ങനെ അള്ളാഹിന്റെ സഹായം ഉണ്ടാകുന്ന ഈ സമൂഹത്തിന്? മനുഷ്യൻ്റെതായിട്ടുള്ള എല്ലാ കഴിവുകളെയും വിനിയോഗിക്കണം. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഈ കുണ്ടാരത്തിലിടുമ്പോൾ പറയുന്ന ഹസ്ബുൻ അല്ലാഹു വ നിഅ്മൽ വക്കീൽ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല. കൈയും കാലൊക്കെ കെട്ടിയിട്ട് പിടിച്ചുകൊണ്ടുപോയിട്ട് അഗ്നി കുണ്ടാരത്തിലിടുക, ഒരു മാർഗ്ഗമില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കഴിവിൻ്റെ എല്ലാ പരമാവധിയും ചെയ്തു നോക്കി, ഒരു രക്ഷയില്ല. ഹസ്ബുൻ അല്ലാഹ്, എനിക്ക് അല്ലാഹു തആല, ഇനി എനിക്കല്ല, ഇനി പടച്ചോനെ ഏൽപ്പിച്ചു. അള്ളാഹിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചതാണേ. ഇനി റബ്ബിന്റെ കയ്യിലാണ് എല്ലാ സമ്മതിയും. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസ്സലാമൻ അലാ ഇബ്രാഹിം. പടച്ചതമ്പുരാൻ പറഞ്ഞു, തീയിനോട്, തീയുടെ സ്വഭാവം അത് ചൂടാണെങ്കിൽ ആ സ്വഭാവം നൽകിയത് പടച്ചതമ്പുരാനാണെങ്കിൽ ആ പടച്ചതമ്പുരാൻ ആ സ്വഭാവം മാറ്റി തണുപ്പാകാനാ പറഞ്ഞത്. റബ്ബിന്റെ സൃഷ്ടിയാണല്ലോ അത്. സംഗതികൾ മാറിക്കൊണ്ടേയിരിക്കും, അതിന്റെ സ്വഭാവങ്ങൾ മാറും. അപ്പം മനുഷ്യൻ അവൻ്റെതായിട്ടുള്ള എല്ലാ കഴിവുകളും വിനിയോഗിച്ചു കഴിഞ്ഞാൽ, മൂസ അലൈഹി ഇസ്ലാം തൻ്റെ അനുയായികളുമായിട്ട് ആ സമുദ്രത്തിന്റെ തീരത്തിലെത്തുന്നല്ലോ, ഫറോവയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് തൻ്റെ സമൂഹവുമായിട്ട് പുറപ്പെടുന്ന ഒരു രംഗമാണ്. അവർ കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പുറപ്പെട്ട് സമുദ്രത്തിന്റെ തീരത്തെത്തി അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഫറോവയുടെ സൈന്യ പുറകിൽ. മുന്നിൽ സമുദ്രമാണ്, പുറകിൽ ഈ ഫറോവയുടെ സൈന്യമാണ്. ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റഖൂൻ. ഞങ്ങൾ പിടിക്കപ്പെട്ടു പോയി, ഇനി ഒരു മാർഗമില്ല, ഇനി അങ്ങോട്ട് പോകാൻ ഒരു വഴിയില്ല, എന്താ ചെയ്യാ? മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഖാല കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദി. എൻ്റെ കൂടെ പടച്ചവരുണ്ട് എൻ്റെ കൂടെ. ഞങ്ങളുടേതായിട്ടുള്ള എല്ലാം ചെയ്തു കഴിഞ്ഞു. റബ്ബ് പുറപ്പെടാൻ പറഞ്ഞു, പുറപ്പെട്ടു. ഞങ്ങളുടെ കയ്യിൽ ആയുധമില്ല, ഏറ്റുമുട്ടാനുള്ള ആളില്ല, കഴിവുകളില്ല, ഒന്നുമില്ല. മുന്നിൽ കടലാണ്, പുറകിൽ സൈന്യമാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ ഇനിയൊന്നുമില്ല, ഇനി പടച്ചവന് മാത്രമേ സാധിക്കുള്ളൂ. ഇന്ന മഅയ റബ്ബി, പടച്ചവൻ കൂടെയുണ്ട്. സയഹ്ദീൻ, അവൻ മാർഗം തുറക്കും, അതിൽ സംശയമൊന്നുമില്ല. അതാണ് ബദറിലെ പോരാളികളെല്ലാം അർപ്പിച്ചിട്ടാണല്ലോ. അവർ ഉറക്കത്തിലും മയക്കത്തിലുമായിട്ട് ശത്രുക്കളുടെ മുമ്പിൽ പോരാടിയ ഒരു സമൂഹമുണ്ടേ. വമാ റമൈത ഇത് റമൈത വലാകിന്നല്ലാഹ റമ. നീ വെട്ടിയപ്പോഴും നീ എറിഞ്ഞപ്പോഴും നീയല്ല എറിഞ്ഞത്, അത് പടച്ചതമ്പുരാനാ, മലക്കുകളാ വെട്ടിയത്. കാരണം അവരെല്ലാം ചെയ്തു കഴിഞ്ഞു, ഒരാളും ബാക്കിയില്ല, എല്ലാവരും വന്നിട്ടുണ്ട് അവിടെ. അവരുടെ എല്ലാ കഴിവും ഇനി നുരുമ്പിച്ച വാളാണെങ്കിൽ ആ വാളും കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ. ഉക്കാശ റളിയല്ലാഹു അൻഹു വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട്, പ്രവാചകൻ എൻ്റെ വാള് പൊട്ടിപ്പോയി. പ്രവാചകൻ അവിടെ കിടന്ന ഈത്തപ്പനയുടെ മടലെടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ പോയി വെട്ടിക്കോന്ന് പറഞ്ഞു. അത് വാളായി മാറിയെന്ന. ഉക്കാശയുടെ മരണം വരെ ആ വാള് സൂക്ഷിച്ചിരുന്നു എന്നാ. അതാ മുഅ്ജിസത്ത്. മടലുകൾ പോലും വാളായി മാറും. പലസ്തീനിലെ കുട്ടികൾ കല്ലുപോലും എടുത്തെറിയുന്നതാ. ആ കല്ലുകൾ ശക്തിയുള്ള ആയുധങ്ങളായി മാറും. ആ സമൂഹം അവർക്ക് വേണ്ടി പോരാടുന്നുണ്ട്. അത് പോരാടുക എന്നുള്ളത് അവരുടെ എന്താണ്, അവരെ ഏൽപ്പിച്ച ദൗത്യ. അവരുടെ എല്ലാ കഴിവുകളും അവർ വിനിയോഗിക്കുന്നുണ്ട്. നമ്മൾ ചോദിക്കും, ഇവർക്ക് എന്താ ഭ്രാന്താണോ എന്ന് ചോദിക്കും. വലിയ പാറ്റ ടാങ്കിന്റെ മുമ്പിൽ നിന്നിട്ട് കല്ലെറിയാനേ. അവരുടെ അവസാനത്തെ ആയുധമാണ്. അതും പോരാടും, അതും നൽകും. അതും നൽകിയതിന് ശേഷം മാത്രമാണ് ഇനി പടച്ചവന്റെ അടുക്കൽ പിന്നെ ഒന്നുമില്ല ചോദിക്കാനായിട്ട്. ഖുദ്സ് പിടിച്ചടക്കുന്നതിന് തൊട്ടു മുമ്പ് സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കും, ഇലാഹി ഖദ് ഇൻഖതഅത് അസ്ബാബി അൽ-അർദിയ അൻ നസ്റതി ദീനക വലം യബ്ക ഇല്ല അൽ-ഇഖ്ലാഅ ഇലൈക വൽ-ഇഅ്തിസാം ബിഹബ്ലിക വൽ-ഇഅ്തിമാദ് അലാ ഫദ്ലിക അൻത ഹസ്ബി വനിഅമൽ വകീൽ. അല്ലാഹുവേ, എൻ്റെ നാഥ, നിന്റെ ദീനിനെ സഹായിക്കാനുള്ള ഭൗതികമായ എല്ലാ കഴിവുകളും മുറിഞ്ഞിരിക്കുകയാണ്. നിന്നോട് കൂട്ടിച്ചേരുക എന്നതല്ലാതെ മറ്റൊരു വഴിയും ഇനി എൻ്റെ മുമ്പിലില്ല. നിന്റെ പാശം മുറുകെ പിടിക്കുകയും നിന്റെ ഔദാര്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുക എന്നല്ലാതെ മറ്റൊരു മാർഗവും എനിക്കില്ല. എൻ്റെ നാഥ, എനിക്ക് നീ എല്ലാത്തിനും മതിയായവനാണ്. വൽ-ഇഅ്തിമാദ് അലാ ഫദ്ലിക, നിന്റെ ഔദാര്യത്തിൽ നിന്നും അതിനോട് ചേർന്ന് നിൽക്കുകയല്ലാതെ ഒരു മാർഗവുമില്ല. അൻത ഹസ്ബി വനിഅമൽ വകീൽ, എനിക്ക് നീ പോകുന്നവനാണ്, എൻ്റെ എല്ലാം ഏൽപ്പിച്ചു തരാൻ നീ മതി എനിക്ക് എന്നുള്ള അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥന.
തൻ്റെ റബ്ബിനോടുള്ള ആ ഒരു അടിയുറച്ച വിശ്വാസം ഉണ്ടല്ലോ, തൻ്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുന്നവനിലുള്ള അടിയുറച്ച വിശ്വാസം പടച്ചമ്പുരാൻ്റെ അടുക്കൽ, ആ ഒരു വിശ്വാസം തവക്കുൽ ചെയ്യുന്ന, പിന്നെ ഒന്നും അവന് പേടിക്കാനില്ല. അതൊരു വിശ്വാസിക്ക് നൽകുന്ന ഒരു കരുത്താണ്. അപ്പൊ അത് ഉക്കാശയുടെ വാള് പോലെയാകും. പല സന്ദർഭങ്ങളിലും ബദറിലും ഉറക്കത്തിലും മയക്കത്തിലും ആയതുപോലെ വിശ്വാസികൾക്കും അങ്ങനെ ആകാൻ സാധിക്കും. പക്ഷേ അവർ ചെയ്യേണ്ട പണി ചെയ്തിരിക്കണം. ഈ പണി എടുക്കാതെ പടച്ചവൻ ഇതെല്ലാം നേടിത്തരും എന്നുള്ള വിശ്വാസിയുടെ ഒരു തോന്നലുണ്ടല്ലോ, ആ തോന്നൽ ഒരു തവക്കുലാവൂല. ഒരു കുട്ടിയും, ഒരു ചെറിയ കുട്ടിയും, ആ കുട്ടിയും നിർവഹിക്കേണ്ട കഴിവ് അത് വിനിയോഗിച്ചിരിക്കണം. അത് വിനിയോഗിച്ചുകൊണ്ട് പറയുകയാണ് ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് അള്ളാഹു മതി. വരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ മതിയായവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് പറയുമ്പോൾ ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ, ഒരു വലിയ സൈന്യം നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂടി നിൽക്കും, ഇങ്ങനെ ഒരുമിച്ച് വരുന്നു എന്ന് പറയുമ്പോൾ കയ്യും കാലും മുറിഞ്ഞ് അറ്റുപോയ ആളുകൾ, ചോര ഇറ്റ് വീണ ശരീരവുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന, എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാത്തൊരു സമൂഹത്തിന്റെ അടുക്കൽ വന്നിട്ട് പറയുക, വൻ സൈന്യം, വലിയ ശക്തി നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞേ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതി, പടച്ചമ്പുരാൻ മതി എന്നുള്ള ഒരു വിശ്വാസം, ആ ഒരു പ്രഖ്യാപനം അത് ഓരോ വിശ്വാസിയുടെ മനസ്സിൽ നിന്നുണ്ടാകണം. അതായിരിക്കണം നമ്മളുടെ കരുത്ത്. പക്ഷേ അത് പറയുന്നതിന് മുമ്പ്, ആ തവക്കുൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ പൂർത്തീകരിച്ചിരിക്കണം എന്നത് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും നമ്മളെ ഏൽപ്പിച്ച പണി ഭംഗിയായി നിർവഹിക്കുകയും അതിനുശേഷം തവക്കുൽ ചെയ്യുകയും ആ തവക്കുൽ പടച്ച തമ്പുരാൻ ഏറ്റെടുക്കുകയും അതിലൂടെ ഈ സമൂഹത്തെ വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒരു ഭവനത്തിൽ ഇങ്ങനെ ഈ പാതിരാവിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിച്ചത് വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ വീട്ടിലെ, നമ്മുടെ കുടുംബം, പ്രവാസികളായ നമ്മളിവിടെ ഇങ്ങനെ ഇതുപോലെ ഒരുമിച്ച് കൂടുന്നത് അറിയുമ്പോൾ തീർച്ചയായും അവർക്ക് ഏറെ സന്തോഷമുണ്ടാകും. അള്ളാഹു അവരെയും നമ്മയും ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ യുവ കാരീയങ്ങളെ ശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും അത് മനോഹരമായി പാരായണം ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാരെ, കൊച്ചു കുട്ടികളെ അള്ളാഹു പ്രത്യേകം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗസയിലെ നമ്മുടെ സഹോദരന്മാർ, അവരുടെ മേലെ വന്നു വീഴുന്ന തീമഴ അത് തടുത്തു നിർത്താൻ ഒരു ഓലപ്പന്തൽ പോലും ഇല്ലാതെ നെഞ്ചകം ഏറ്റുവാങ്ങി അവിടെ പിടഞ്ഞ് മരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്രയും പെട്ടെന്ന് അവൻ്റെ ഒരു മുഅ്ജിസത്തിലൂടെ മോചനം നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ മോചനം മുസ്ലിം ഉമ്മത്തിൻ്റെ ഇസ്സത്താണ്. നമ്മുടെ മനസ്സിലെ വേദനകൾ അതിലൂടെയാണ് അകറ്റപ്പെടുന്നത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിക്കനും മട്ടനും പാലും മുട്ടയുമൊക്കെ കഴിച്ച് ശരീരം വീർത്ത് കുടവയറവനായി നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭക്ഷണം നിയന്ത്രിക്കണം, പ്രഭാത സവാരിക്ക് പോയി തുടങ്ങണം. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാളെയാവാം. മദ്യവും ലഹരിയുമൊക്കെ നുകർന്ന് ശരീരത്തിൻ്റെ ആന്തരാവയവങ്ങൾ അല്പാൽപമായിട്ട്
തകർന്നുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, കുടി നിർത്തണം. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാളെയാവാം. വീട്ടിനകത്ത് ചടഞ്ഞിരുന്ന് മുഷിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയൽപ്പക്കത്തേക്ക് ഇറങ്ങി അയൽവാസികളുമായിട്ടൊക്കെ ഒന്ന് കൂട്ടുകൂടണം. കുറച്ചു നേരം ആലോചിച്ച് അദ്ദേഹം പറഞ്ഞു, നാളെയാവാം. അദ്ദേഹം മരണപ്പെട്ട് മയ്യത്തിങ്ങനെ കിടത്തിയപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു, മയ്യത്ത് നാളെ എടുക്കാം. ഉടനെ ബന്ധുക്കൾ പറഞ്ഞു, ഇല്ല, ഇന്ന് തന്നെ എടുക്കണം, അല്ലെങ്കിൽ നാറിപ്പോകും എന്ന്. ഇതൊരു കവിതാശകലം എവിടെ നിന്നോ ഞാൻ കേട്ടതാണ്. നാളെയാവാം എന്നത് പ്രോക്രാസ്റ്റിനേഷൻ എന്നാണ് അതിൽ പറയുക. നീട്ടിവെക്കുക എന്ന് മലയാളത്തിൽ. അറബി ഭാഷയിൽ തസ്വീഫ് എന്ന് പറയും. സൗഫ സൗഫ സൗഫ, നാളെയാവാം നാളെയാവാം എന്ന മനുഷ്യന്റെ ചിന്ത. സഹോദരന്മാരെ, നമ്മൾ ഇവിടെ ഇതുപോലെ ഒരുമിച്ച് കൂടുന്നത് ഒരു വലിയ സ്വപ്നം കണ്ടുകൊണ്ടാണ്. സ്വപ്നമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആ സ്വപ്നമാകട്ടെ യഥാർത്ഥ സ്വപ്നമായിരിക്കണം. വിശ്വാസികൾ നമസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ഹജ്ജും സക്കാത്തും ഒക്കെ നിർവഹിക്കുന്നതും അവരുടെ വലിയ ഒരു പ്രതീക്ഷ സാക്ഷാത്കരിക്കാനാണ്. അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിൽ, അതിവിശാലമായ സ്വർഗത്തിൽ എവിടെയെങ്കിലും ഒരു മൂലയിൽ മരണശേഷം എനിക്ക് ഒരു കൊച്ചു വീട്, ഇതാണ് നമ്മുടെ സ്വപ്നം. ഇങ്ങനെ ഒരു സ്വപ്നമില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ വേലകളൊക്കെ പായ്വേലയാണ്. യാതൊരു അർത്ഥവും അതിനുണ്ടാവില്ല. ഈ സ്വർഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയുമൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. ഒന്നാമത്തെ കാര്യം, സ്വർഗം അനന്തം, അവാജ്യം, അവർണ്ണനീയമായ ഒരു ലോകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത്, അഅദ്ദല്ലാഹു ലിൽ മുത്തഖീന മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ ഫീ ഖൽബി ബശരിൻ. ഇന്നോളം ഭൂമിയിൽ ജീവിച്ചുപോയ ഒരു മനുഷ്യനും അവരെ കണ്ണുകൊണ്ട്, നഗ്നനേത്രം കൊണ്ട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സ്വർഗം. അവൻ്റെ കാതുകൊണ്ട് കേൾക്കാത്ത ശബ്ദങ്ങൾ, അവൻ്റെ ഹൃദയത്തിൽ ഭാവിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ. ലോകത്തിലെ ഹോളിവുഡ്, ബോളിവുഡ് സിനിമാ സംവിധായകർ എല്ലാവരും കൂടിച്ചേർന്ന് ഇതുപോലെ ഒരു സ്ഥലത്തൊരുമിച്ചുകൂടി സ്വർഗത്തെക്കുറിച്ച് ഒരു അനുമാനത്തിലെത്തി, ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കി ഒരു പടം റിലീസ് ചെയ്യുന്നുവെന്ന് സങ്കല്പിക്കുക. സാധ്യമല്ല. മനുഷ്യബുദ്ധിക്ക് സാധ്യമല്ലാത്ത ഒരു ലോകമാണ് സ്വർഗം. ഇതാണ് സ്വർഗത്തെക്കുറിച്ചുള്ള ഒന്നാമത്തെ ഇസ്ലാമിൻ്റെ വർണ്ണന. രണ്ടാമത്തെ കാര്യം, സ്വർഗം നേടിയെടുക്കുവാൻ, സ്വർഗത്തിലേക്ക് പാസ് ലഭിക്കുവാൻ വലിയ പാടാണ്. നമുക്ക് പലയിടങ്ങളിലും കയറിപ്പറ്റാൻ എൻട്രി പാസിന് വേണ്ടി തസ്രീഹ് ദുഖൂൽ, നമ്മൾ
വലിയ കമ്പനികൾക്കകത്തേക്കൊക്കെ കയറിക്കൂടാൻ എടുക്കുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. സ്വർഗം എന്ന് പറയുന്നത് അവിടേക്ക് കയറിപ്പറ്റാൻ വലിയ പാടാണ്. ഇത്രയും മനോഹരമായ, മനുഷ്യ മസ്തിഷ്കങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത അവർണ്ണനീയമായ സ്വർഗം, ആ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഒരുക്കി വെച്ച സൗകര്യങ്ങൾ അവിടേക്കൊന്ന് കടന്നു കിട്ടാൻ മനുഷ്യൻ നന്നായി പാടുപെടണം, നന്നായി അധ്വാനിക്കണം, ഒരുപാട് പണിയെടുക്കണം, കുറേ പണിയെടുക്കണം. അല്ലറ ചില്ലറ ചപ്പടി വിദ്യകൾ കൊണ്ട് സ്വർഗത്തിലെത്തിപ്പെടാൻ സാധ്യമല്ല. നമ്മൾ പലപ്പോഴും കേട്ട ഒരു കഥയാണ് സ്വർഗത്തിലേക്ക് അവസാനം കയറി ചെല്ലുന്ന ഒരു സഹോദരന്റെ കഥ. നരകത്തിൽ നിന്ന് വമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇഴഞ്ഞ് പുറത്ത് ചാടി സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരാൾ അവസാനമായി സ്വർഗത്തിലേക്ക് കടക്കുന്നുണ്ട്. അദ്ദേഹം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിയിട്ടില്ല. അദ്ദേഹം സ്വർഗം കാണുന്നുണ്ട് ദൂരെ. അള്ളാഹുവിനോട് അദ്ദേഹം പറഞ്ഞു, റബ്ബേ, എന്നാ സ്വർഗത്തിൻ്റെ അടുത്ത് സ്വർഗത്തിലേക്ക് കയറ്റണ്ട, ഈ ചൂടുന്ന് ലേശം ഒന്നങ്ങോട്ട് കടത്തി അങ്ങോട്ട് മുന്നോട്ട് തന്നെ കയറ്റിയിരുത്തുമോ? ഓക്കെ, നീ വേറൊന്നും ചോദിക്കൂലല്ലോ? ഇല്ല, ശരി. അവനെ സ്വർഗത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് കയറ്റിയിരുത്തി പടച്ചവൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ സ്വർഗത്തിലെ വലിയ മരങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അവൻ പറഞ്ഞു, പടച്ചോനെ, ആ കാണുന്ന മരം ഉണ്ടല്ലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂടത്താണ്, എന്നെ ഒന്ന് ആ മരത്തിൻ്റെ അടുത്തേക്ക്. അപ്പം നീ ഒന്നും ചോദിക്കൂല എന്ന് പറഞ്ഞത്? ഇല്ല പടച്ചോനെ, ഇനി ചോദിക്കൂല, ഇത് അവസാനത്തെ ചോദ്യം. ശരി. അവനെ ആ മരത്തണലിലേക്ക് അള്ളാഹു അവനെ പാർപ്പിക്കും, അങ്ങോട്ട് കൊണ്ടുപോകും. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ നല്ല ഒരു വിശാലമായ മരം, ധാരാളം കാലിക്കരുകളും പക്ഷികളും ഒക്കെയുള്ള വലിയൊരു മരം കാണുന്നു. അതേതാണ്ട് സ്വർഗത്തിൻ്റെ അടുത്താണ്. അവൻ വീണ്ടും പടച്ചവനോട് പറഞ്ഞു, കാരുണ്യവാനായ റബ്ബിനോട്, പടച്ചവനെ പ്ലീസ് അങ്ങോട്ട് ആ മരത്തിൻ്റെ അടുത്തേക്ക്. അള്ളാഹ് ചിരിച്ചു. എടോ, നീയല്ലേ പറഞ്ഞത് ഇനി ഒന്നും ചോദിക്കൂലെന്ന്? ആട്ടെ, നടക്ക്. അവൻ ആ മരത്തിൻ്റെ അടുത്തേക്ക്. അവിടെ എത്തിയപ്പോൾ സ്വർഗത്തിലെ കളകളാരവും കുയിലുകളിലെ ശബ്ദങ്ങളും ആറുകളും സേനാറുകളും മറ്റുമൊക്കെ ഒഴുകുന്ന ശബ്ദവും കുട്ടികളുടെ കലപില ശബ്ദങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ പടച്ച റബ്ബിനോട് അവൻ ചോദിച്ചു, പടച്ചോനെ അൻത അർഹമുർ റഹീമീൻ, ഒന്ന് അതിൻ്റെ ഒരു മൂലയിലേക്ക്, ആ കുളിരിലേക്ക്, ആ ശീതളച്ചായയിലേക്ക്, ഏതെങ്കിലും ഒരു മൂലയിലേക്ക്. പടച്ചവൻ വീണ്ടും ചിരിച്ചു. എടാ പഹയ, ഓക്കെ. അവനെ വല്ല സ്വർഗത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് അള്ള കയറ്റിയിരുത്തി, സ്വർഗ കവാടം കടന്ന് അകത്തേക്ക് കയറ്റി, കല്യാണപ്പന്തലിലേക്ക് കയറ്റിയിരുത്തി. നീ ഒന്നും ചോദിക്കൂലല്ലോ? ചോദിക്കൂല. അങ്ങനെ സ്വർഗത്തിലേക്ക് കയറ്റിയിരുത്തി അള്ളാഹുവിനോട് പറഞ്ഞു, ഓക്കെ, ഈ കാണുന്നതൊക്കെ നിനക്കുള്ളതാണ്, നിനക്ക് മാത്രം ആസ്വദിക്കാനുള്ളത്, നീ ആസ്വദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, പടച്ചവൻ, നീ എന്നെ കളിയാക്കുകയാണോ? എടോ, കളിയാക്കല്ലടോ, ഇത് നിനക്കുള്ളതാണ്, നീ ആസ്വദിച്ചോ. അപ്പൊ അവൻ പറഞ്ഞു, റബ്ബേ, എനിക്ക് കിട്ടിയതുപോലെ സ്വർഗത്തിൽ വേറെ ആർക്കും കിട്ടിയിട്ടില്ലല്ലോ, അൽഹംദുലില്ലാഹ്. സ്വർഗത്തിൽ അള്ളാന്റെ കാല് പിടിച്ച് അവസാനം കയറിപ്പറ്റുന്നവൻ പറയുകയാണ്, എനിക്ക് കിട്ടിയതുപോലെ സ്വർഗത്തിൽ ഒരാൾക്കും അനുഗ്രഹം കിട്ടിയിട്ടില്ല എന്ന്. അപ്പൊ ഫിർദൗസിൽ അനുഗ്രഹം എത്ര ആയിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതാണ് സ്വർഗം. അതുകൊണ്ട് ആ സ്വർഗത്തിൽ എത്തിപ്പെടാൻ വലിയ പാടാണ്, കുറച്ച് അധ്വാനിക്കണം. മൂന്നാമത്തെ കാര്യം, ഈ വിശാലമായ സ്വർഗത്തിൽ പാടുപെട്ട് പണിയെടുത്ത് അധ്വാനിച്ച് അങ്ങോട്ട് കയറിപ്പറ്റാൻ താല്പര്യമുണ്ടെങ്കിലും സമയമില്ല. വളരെ കുറച്ച് സമയമേ ഉള്ളൂ ദുനിയാവിൽ. കിട്ടിയ സമയം കൊണ്ട്
മാക്സിമം നമ്മൾ പണിയെടുത്താൽ മാത്രമേ ഇപ്പറഞ്ഞ അവസാനം സ്വർഗത്തിൽ കടക്കുന്നവൻ്റെ ആ അവസ്ഥയെങ്കിലും നമുക്കുണ്ടാവുകയുള്ളൂ. സഹോദരന്മാരെ, അധികം നീട്ടിപ്പറയാൻ സമയമില്ല. നമ്മുടെ ജീവിതത്തിൽ പടച്ച റബ്ബ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ഈ മനോഹരമായ സ്വർഗത്തിൽ അവസാനത്തെ ഇടത്തിലെങ്കിലും ഒരു സ്ഥലം, അത് കിട്ടാനെങ്കിലും ഒരുപാട് നമ്മൾ പണിയെടുക്കണം. പക്ഷെ നമ്മുടെ മുന്നിൽ അനിശ്ചിതമായ ജീവിതമാണ്. എപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഭൂമി ജീവിതം അവസാനിപ്പിച്ച് നമ്മെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല. അതുകൊണ്ട് നാളെയാവാം എന്ന് കരുതി ഒന്നും നമ്മൾ ഈ ഭൂമിയിൽ നീട്ടിവെക്കാൻ പാടില്ല. എന്താണോ നമ്മൾ തീരുമാനിച്ചത് ഉടനെ അത് നടപ്പാക്കുക. നാളെ നിസ്കരിക്കാം, നാളെ മുതൽ നന്നാവാം, നാളെ മുതൽ ഖുർആൻ പാരായണം തുടങ്ങാം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവന് സ്വർഗം പ്രാപ്യമല്ല. തസ്വീഫ് അത് പിശാചിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹലക്കൽ മുസവ്വിഫൂൻ, നീട്ടിവെക്കുന്നവൻ നശിച്ചിരിക്കുന്നു. നമ്മളൊക്കെ നീട്ടിവെക്കാറുണ്ടോ? സ്വർഗീയ ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്ന സത്യവിശ്വാസികൾ നീട്ടിവെക്കാറുണ്ടോ? ധാരാളം കാര്യങ്ങൾ നമ്മൾ നീട്ടിവെക്കാറുണ്ട്. പരിശുദ്ധ റമദാൻ 20 കഴിഞ്ഞു. ഈ 20 കഴിഞ്ഞ് ഇപ്പോൾ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തുടക്കത്തിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? നമ്മൾ നീട്ടിവെച്ചിരിക്കുകയാണ്. റമദാൻ 27 ആകുമ്പോൾ അവൻ ആലോചിക്കും, ഇൻഷാ അല്ലാഹ് ഈ റമദാൻ ഏതായാലും കഴിഞ്ഞുപോയി, അടുത്ത റമദാനിൽ ഞാൻ നന്നാവും. ഇത് പറയാത്തവർ വളരെ അപൂർവമായിരിക്കും. അതങ്ങനെയാണ് മനുഷ്യന്റെ അവസ്ഥ. ഇത് വലിയ നാശകാരിയായ ഒരു ചിന്തയാണ്. അതുകൊണ്ട് നീട്ടിവെക്കുക എന്ന സംഗതി നമ്മൾ ജീവിതത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. നമുക്കൊരു നന്മ ചെയ്യണം, ഒരു പുണ്യം ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ അത് നടപ്പാക്കുക. 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് ചെയ്യാനുള്ളത്, ഒന്നാമത്തെ കാര്യം, പടച്ച റബ്ബ് ഇഷ്ടപ്പെടാത്ത, റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉടനെ ജീവിതത്തിൽ നിന്ന് അത് ഒഴിവാക്കുക. ഇല്ല, ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഞാനതൊന്നും ചെയ്യില്ല എന്ന് പറയാനേ പാടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു അകൃതം, എൻ്റെ കണ്ണുകൊണ്ടോ എൻ്റെ കാതുകൊണ്ടോ എൻ്റെ നാവ് കൊണ്ടോ എന്തെങ്കിലും ഒരു അകൃതമായ ഒരു കാര്യം ഞാൻ ചെയ്യുന്നുള്ളൂ, ഉടനെ അത് സ്റ്റോപ്പ് ചെയ്യുക, നീട്ടിവെക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, പുതിയ എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുക. എന്തെങ്കിലും ഒരു പുതിയ അനുഭവം, സ്ഥായിയായി സ്ഥിരമായി ചെയ്യുവാൻ പറ്റുന്ന എന്തെങ്കിലും പുണ്യകരമായ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുക, ഉടനെ അത് നടപ്പാക്കുക. മൂന്നാമത്തെ കാര്യം, എവിടെയാണ് പുണ്യമുള്ളത്, പുണ്യം നേടാനുള്ള അവസരം എവിടെയാണുള്ളത് എന്ന് തേടി നടക്കുക. എവിടെയെങ്കിലും ഒരു വാതിൽ, പുണ്യം ചെയ്യുവാനുള്ള ഒരു വാതിൽ ഉണ്ടെങ്കിൽ ഉടനെ അതിലേക്ക് പ്രവേശിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ 1-2 ഉദാഹരണം അവസാനം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ ജീവിതം മീൻസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ 3 കാര്യമാണ് ഈ ദുനിയാവിൽ നമുക്ക് ചെയ്യാനുള്ളത്, നീട്ടിവെക്കാതിരിക്കാൻ. 1, നമ്മുടെ ജീവിതം ഒരു ഇഹ്തിസാബ് നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ, പടച്ച റബ്ബ് ഇഷ്ടപ്പെടാത്ത വല്ലതും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, വീണ്ടും പറയുന്നു, വല്ലതും ഉണ്ടെങ്കിൽ, ഉണ്ട്, തീർച്ചയായും ഉണ്ട് എന്ന കാര്യം തിട്ടപ്പെടുത്തുകയും അതിനെ മാർക്ക് ചെയ്യുകയും ഉടനെ ഇനി ഞാൻ അതിലേക്ക് മടങ്ങുകയില്ല എന്ന് തൗബ ചെയ്ത് പ്രതിജ്ഞയെടുത്ത് എന്നേക്കുമായി അവസാനിപ്പിക്കുക, നീട്ടിവെക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം,
പുതിയ ഒരു കാര്യം, ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു പുണ്യം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പുതുതായി കൊണ്ടുവരും. തീരുമാനിക്കുക, നടപ്പാക്കുക. മൂന്നാമത്തെ കാര്യം, പുണ്യങ്ങളുടെ വാതിലുകൾ, തുർക്കുൽ ഖൈറാത്ത്, പുണ്യങ്ങളുടെ വാതിൽ നമുക്ക് ചുറ്റും നിരന്ന് കിടക്കുന്നുണ്ട്. വാതിലുകൾ തുറന്നു കിടക്കുന്നുണ്ടെങ്കിൽ ആ വാതിലിലേക്ക് ഉടനെ പ്രവേശിക്കുക. സഹോദരന്മാരെ, ഈ മൂന്ന് കാര്യവും നീട്ടിവെക്കാതിരിക്കാനുള്ള ഉപാധികളാണ്. ഇത് നമ്മൾ ജീവിതത്തിൽ പാലിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇനി നീട്ടിവെക്കാനായിട്ടൊന്നും ഉണ്ടാവുകയില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ റമദാനിൽ ഈ മൂന്ന് കാര്യവും വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു ടാസ്ക് നിങ്ങൾക്ക് ഞാൻ തരാൻ പോവാണ്. ഒരു ഭാവനയാണ്. ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു കഷ്ണം കടലാസും ഒരു പേനയും തന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഇപ്പോൾ. എന്നിട്ട് നിങ്ങൾ അതിൽ കുറിക്കുക, ഈ റമദാനിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയ കാര്യം നമ്പർ 1, 2, 3, 4. വേണ്ട, നമ്പർ 1, ഒരു നമ്പർ മതി. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഈ പരിശുദ്ധ റമദാനിൽ കൊണ്ടുവന്ന ഒരു പുതിയ ജീവിതാനുഭവം, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, ഈ പരിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ച് ഞാൻ ചെയ്ത പുണ്യങ്ങളുടെ വാതിലിലൂടെ ഞാൻ പ്രവേശിച്ച അനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അതിൽ എഴുതി. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് എഴുതേണ്ടത് എന്ന്. സാധാരണ എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യൽ സുബ്ഹിന് ശേഷമാണ്. എല്ലാ ദിവസവും സുബ്ഹിന് ശേഷം പള്ളിയിൽ പോയി നിസ്കരിച്ചു വന്ന റൂമിൽ നിന്നാണ് ഖുർആൻ പാരായണം ചെയ്യുക. പക്ഷേ ഈ റമദാനിൽ ഞാൻ ആലോചിച്ചു, നമ്മുടെ സഹോദരൻ നഹാസ് മാളയുടെ ഫജറുൽ ഖുർആൻ, പിന്നെ ഖുർആനിൽ ഫജർ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു വീഡിയോ ഉണ്ട്. ഞാനത് ഇഖ്ബാലിനെ കുറിച്ച് പറഞ്ഞതാണ്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, സുബ്ഹിന് ശേഷമല്ല ഖുർആൻ പാരായണം നല്ലത്, സുബ്ഹിന് മുമ്പാണ്. റമദാൻ മുതൽ ഞാൻ ഓത്ത് സുബ്ഹിന് മുമ്പാക്കി. സുബ്ഹിന് മുമ്പാണ് ഞാനിപ്പോൾ ഖുർആൻ ഓതുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് അതങ്ങനെ തന്നെ തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. രണ്ടാമത്തെ കാര്യം, 2 പേജ് മാത്രമേ ഞാൻ ഇതുവരെ ഓതിയിരുന്നുള്ളൂ. എല്ലാ ദിവസവും 2 പേജ് ഓതി നിർത്തും. ഇപ്പോൾ ഞാൻ തീരുമാനിച്ചത് എല്ലാ ദിവസവും ഒരു സൂറത്ത് പൂർണ്ണമായും ഓതാൻ എന്നതാണ്. അതെൻ്റെ തീരുമാനമാണ്. ഞാനത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, തുർക്കുൽ ഖൈറാത്ത്, പുണ്യങ്ങളുടെ വാതിലുകളാണല്ലോ. പുണ്യങ്ങളുടെ വാതിൽ. ഞാനൊരു കച്ചവടക്കാരനാണ്, എപ്പോഴും മാർക്കറ്റിലുള്ള ആളാണ്. എൻ്റെ മുന്നിൽ ഒരുപാട് അവസരമുണ്ടാകാറുണ്ട്. ക്യാമ്പിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് ചോദിക്കും, എവിടെയാണ് ഇന്ന മാർക്കറ്റ്, എവിടെയാണ് ഇന്ന ഷോപ്പ്. അവരിങ്ങനെ ബോർഡും നോക്കി നടക്കുന്നുണ്ടാകും. അവർക്ക് ഇന്ന ഷോപ്പ് ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്കൊരു കാര്യം, നമുക്കൊരു പുണ്യം. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ മാർക്കറ്റിൽ ഉണ്ടാകാറുണ്ട്. ഞാൻ അതുപോലുള്ള വഴികൾ കൂടുതൽ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഞാൻ തന്ന കടലാസിൽ നിങ്ങളുടെ ഈ പരിശുദ്ധ റമദാനിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഉണ്ടാകണം. തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകണം. അത് എഴുതി നിങ്ങളിവിടെ തന്നാൽ ഞാനത് വായിക്കുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എല്ലാ ആളുകളുടെ കുറിപ്പുകളും ഞാൻ മനസ്സിലാക്കുന്നു. സുഹൃതങ്ങളുടെ 1000 പൂക്കൾ ഈ പള്ളിയിൽ വിരിയും. അത്രമാത്രം സുഹൃതങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതാണ് റമദാൻ. ശുദ്ധ റമദാൻ അതിനു വേണ്ടിയുള്ളതാണ്. നമ്മുടെ ഈ വാക്കും പറയലുമല്ല, പ്രായോഗികമായ ജീവിതത്തിൽ കൊച്ചു കൊച്ചു നന്മകളും സുഹൃതങ്ങളും ജീവിതത്തിലെ ശീലമാക്കി മാറ്റുവാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിൽ നമുക്ക് സന്തോഷത്തോടെ കടന്നു പോകാൻ കഴിയും. അതുകൊണ്ട് സൗഫ, നിങ്ങൾ വിട്ടുപിരിയുക, നീട്ടിവെക്കുക, മാറ്റിവെക്കുക എന്ന സ്വഭാവം ജീവിതത്തിൽ നിന്ന് അവസാനിപ്പിക്കുക. എത്രയും പെട്ടെന്ന്, ഇനിയും 10 നാളുകൾ റമദാനിലുണ്ട്. പുണ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കരസ്ഥമാക്കുവാൻ, ഒരു ശീലമായി കൊണ്ടു നടക്കാൻ പറ്റുന്ന സുഹൃതങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ റമദാനിൽ ചെയ്തു കൂട്ടിയ ഒരുപാട് സുഹൃതങ്ങൾ
പടച്ച റബ്ബ് അതെല്ലാം സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം അള്ളാഹു റമദാനിൽ തരാമെന്ന് പറഞ്ഞ പ്രതിഫലം അതിന് നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഹൃദയം നമ്മുടെ ഹൃദയം അത് ശുഭ്രമായി തീരാൻ, കരകളഞ്ഞതായി മാറാൻ, നല്ല മനസ്സിൻ്റെ ഉടമകളാകാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് അവൻ്റെ ഖുർആനിലേക്ക്, അവൻ്റെ ദീനിലേക്ക്, അവൻ്റെ മാർഗത്തിലേക്ക് വഴിതിരിഞ്ഞ് നടക്കാൻ, അങ്ങനെ നല്ല മുത്തക്കികളായി ജീവിക്കുവാൻ, കുടുംബത്തിനും നാടിനും സുഹൃത്തുക്കൾക്കുമൊക്കെ പ്രിയപ്പെട്ടവരായി മാറാൻ, നമ്മളെ ഒരാൾ കണ്ടാൽ വീണ്ടും നമ്മെ കാണാൻ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് നല്ലവരായി മാറാൻ, നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ റമദാനിൽ നമ്മുടെ സഹോദരന്മാർക്ക്, ഗസയിലെ സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക് ക്ഷമയും കരുത്തും ധൈര്യവും മനക്കരുത്തും നൽകി അവരെ ആ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ഒന്നുകിൽ ഷഹാദത്ത്, അല്ലെങ്കിൽ വിജയം. അള്ളാഹു അവരെയും നമ്മയും ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചകൻ്റെ അടുത്ത് ഒരു അൻസാരി വന്നുകൊണ്ട് ചോദിച്ചു, ഫഅയ്യുൽ മുഅ്മിനീന അഖ്യസ്, പ്രവാചകരെ, ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ ആരാണ്? ആരാണ് ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ? ആരായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്, അക്സറുഹും ലിൽ മൗതി ദിക്റ, മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. എന്താണ് ആ പറഞ്ഞതിൻ്റെ സാരം? എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഏറ്റവും നല്ല ബുദ്ധിമാനാവുക? മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് നാളെ പരലോകത്ത്, നേരത്തെ സത്താ സാഹിബ് പറഞ്ഞ പോലെ, ആ സ്വർഗത്തിൽ ഒരു ഇടം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ആ ഒരു ഇടം കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദുനിയാവിൽ ആർജിച്ച എത്ര കണ്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടെങ്കിലും മരണത്തെക്കുറിച്ച് ഓർക്കുന്നവനാണെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അതിനു വേണ്ടിയായിരിക്കും മാറ്റിവെക്കുക. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. അത് മറക്കുന്നവനാണ് വിഡ്ഢിയും. അപ്പം മനുഷ്യൻ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവന് പ്രായം കൂടിക്കൊണ്ടേയിരിക്കും. പ്രായം കൂടുന്തോറും അവനിൽ പല മാറ്റങ്ങളും വന്നു തുടങ്ങും. ഖുർആൻ പറയുകയാണ്, വമൻ നുഅമ്മിറുഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖി അഫലാ യഖിലൂൻ, നാം ദീർഘായുസ്സു നൽകുന്നവൻ്റെ സൃഷ്ടിഘടനയെ പാടെ മാറ്റിമറിക്കുന്നു. അപ്പം നമ്മൾക്ക് പ്രായമാകും. ഒരു മനുഷ്യൻ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനയാണിത്. നമ്മളുടെ സൃഷ്ടിഘടനയിൽ പ്രായം കൂടുമ്പോൾ കാഴ്ച കുറഞ്ഞു വരുന്നു, കേൾവി കുറഞ്ഞു വരുന്നു, മുതുക് മടങ്ങിപ്പോകുന്നു. അത്തരത്തിലുള്ള പല മാറ്റങ്ങളും, മുടി നിരക്കുന്നു, ശരീരത്തിലെ ചർമ്മങ്ങൾ ചുളിയുന്നു,
ഇതെല്ലാം ഒരു മനുഷ്യൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനയാണ്. അള്ളാഹു പറയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തിൻ്റെ രുചി അറിയും. എല്ലാവരും മരിക്കുമെന്നല്ല, മരണത്തിൻ്റെ രുചി അറിയുമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രയോഗിക്കാനുള്ള കാരണം? നമ്മളെല്ലാവരും ഇവിടെ പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ്. പക്ഷേ ഓരോരുത്തർക്കും ഒരേ ഭക്ഷണത്തിൻ്റെ രുചി വ്യത്യസ്തമായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തോന്നുകയില്ല. ഒരു മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് അവൻ്റെ മരണത്തിൻ്റെ രുചി എന്ന് പറഞ്ഞത് അവൻ്റെ പ്രവൃത്തി അനുസരിച്ചു കൊണ്ടായിരിക്കും അവനത് അനുഭവിക്കുക. നിങ്ങൾ ആരായാലും വേണ്ടിയില്ല, ഒരു സാധാരണ മനുഷ്യനായാലും ശരി, നിങ്ങൾ പ്രവാചകനായാലും ശരി, മലക്കായാലും ശരി, ജിന്നായാലും ശരി, നിങ്ങൾ മരണത്തിൻ്റെ രുചി അറിയുക തന്നെ ചെയ്യും. എല്ലാവരും ഈ ദുനിയാവ് വിട്ട് പോവുക തന്നെ ചെയ്യും. വകുല്ലു അലൈഹ ഫാൻ. നമ്മുടെ ഹബീബായ പ്രവാചകന്റെ മരണത്തെക്കുറിച്ച് നാം അറിയാതെ പോകരുത്. ആ പ്രവാചകന്റെ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് എന്തായിരിക്കും നിങ്ങളുടെയും എൻ്റെയും അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മരണത്തെക്കുറിച്ച് പറയുന്ന ഒരു വചനം കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ അസാബ അഹദുകും മുസീബത്തുൻ ഫൽയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസായിബ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ അസാബ അഹദകുമുൽ മുസീബ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല മുസീബത്തും ബാധിക്കുകയാണെങ്കിൽ ഫൽയദ്കുർ മസാബഹു ബി, അവൻ എൻ്റെ മരണമുഖേനയുള്ള മുസീബത്തിനെ ഓർത്തു കൊള്ളട്ടെ. കാരണം ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസായിബ്, മുസീബത്തുകളിൽ ഏറ്റവും വലുത് എൻ്റെ മരണമുഖേനയുള്ള മുസീബത്താണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് പ്രയാസം വന്നാലും, ഏത് പരീക്ഷണം നേരിടേണ്ടി വന്നാലും, ജീവിതത്തിൻ്റെ ഏത് പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിൽ അതിൻ്റെ മുന്നിൽ നിങ്ങൾ പകച്ചു പോയാലും ശരി, എൻ്റെ മരണം മൂലമുണ്ടാകുന്ന പരീക്ഷണം നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏത് പ്രയാസവും ഏത് പ്രതിസന്ധിയും അത് എല്ലാം നിസ്സാരമായി തീരുന്നതാകും. എൻ്റെ മരണമാണ് ഏതൊരു സത്യവിശ്വാസിക്കും ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മുസീബത്ത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരാൾ മരണപ്പെട്ടാൽ സ്വാഭാവികമായും അയാളുടെ ചുറ്റുപറ്റിയുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാകും, സ്വാഭാവികമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടാൽ കൂടെയുള്ള സ്വഹാബിമാർക്ക് മാത്രമല്ല വേദന, അവസാന കാലം വരെ ജീവിക്കുന്ന ഓരോ മുസ്ലിമിന്റെയും ഹൃദയത്തിലുള്ള വേദനയാണ്, ഓരോ വിശ്വാസിയുടെയും വേദനയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണല്ലോ ഇമാം ഖുർത്തുബി റഹിമല്ലാഹു പറഞ്ഞത്. ഖാല ഖുർത്തുബി വസദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്ര സത്യമാണ് സഹോദരങ്ങളെ. ലിഅന്നൽ മുസീബത ബിഹി അഅ്ളമ മിൻ കുല്ലി മുസീബത്തിൻ യുസാബ ബിഹൽ മുസ്ലിമു ബഅദ ഇലാ യൗമിൽ ഖിയാമ. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവന് ഖിയാമത്ത് നാൾ വരെ അവനെ ബാധിക്കുന്ന പരീക്ഷണത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമുഖേനയുള്ള മുസീബത്താണ്. കാരണം ഇൻഖതഅൽ വഹി, അതോടുകൂടി വഹി അവിടെ മുറിഞ്ഞു പോവുകയാണ്. വമാതതുൻ നുബുവ, നുബുവത്ത് പിന്നെ ഇല്ലാതാവുകയാണ്. വകാന അവ്വലു ദുഹൂരി ശർരി ബിർതിദാദിൽ അറബി വഗൈരി ദാലിക്, ആ പ്രവാചകന്റെ മരണത്തോടു കൂടി ഷർറുകൾക്ക് തുടക്കം കുറിച്ചില്ലേ, ഫിത്നകൾക്ക് തുടക്കം കുറിച്ചില്ലേ, അറബികൾക്കിടയിൽ ഫിത്ന ഉണ്ടായില്ലേ, മുസ്ലിങ്ങൾക്കിടയിൽ അദാബ് ഉണ്ടായില്ലേ.
അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടായില്ലേ? മുസ്ലിങ്ങൾക്കിടയിൽ അനൈക്യം വന്നില്ലേ? സത്യവിശ്വാസികൾക്കിടയിൽ യുദ്ധം വരെ ഉണ്ടായില്ലേ? ഇതാണ് പ്രവാചകന്റെ മരണമുഖേന ഈ ഉമ്മത്തിന് ഉണ്ടാകും എന്ന് പറഞ്ഞ മുസീബത്ത്. ചരിത്രം പഠിക്കുമ്പോൾ കാണാം, പ്രവാചകന്റെ മരണത്തെക്കുറിച്ചുള്ള സൂചനകൾ പോലും സ്വഹാബിമാർക്ക് പ്രയാസമുണ്ടാക്കിയിരുന്നു, അവർക്ക് സഹിച്ചിരുന്നില്ല. പ്രവാചകന്റെ ഹജ്ജ് വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, അയ്യുഹന്നാസ് ഇസ്മഉ മിന്നി, അല്ലയോ ജനങ്ങളെ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. പ്രവാചകൻ വളരെ വേദനത്തോടുകൂടി പറയുകയാണ്, فإني لا أدري لعلي لا ألقاكم بعد عامي هذا في موقفي هذا. എന്നെ ഇനി ഈ സ്ഥലത്ത് വെച്ച് വീണ്ടും നിങ്ങൾ കണ്ടുമുട്ടിക്കൊള്ളണം എന്നില്ല. ഈ കൊല്ലത്തിന് ശേഷം നിങ്ങൾ എന്നെ ഈ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിക്കൊള്ളണം എന്നില്ല. وارتفعت أصواتهم بالبكاء والضجيج. ഈ വാക്കുകൾ കേൾക്കേണ്ട താമസം സ്വഹാബിമാര് അതാ റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് പൊട്ടി പൊട്ടി കരയുകയാണ്. സഹോദരങ്ങളെ, മുആദ് ഇബ്നു ജബലിന്റെ ഒരു സംഭവം കാണാം. യമനിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തെ നടത്താൻ വേണ്ടി യാത്ര അയക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ കയറ് പിടിച്ചുകൊണ്ട് മുആദിനോട് പറയുന്നു, ഖാല യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ. മുആദേ, നീ തിരിച്ചു വരുമ്പോൾ ഈ പ്രവാചകനെ ഇനി കണ്ടുകൊള്ളണമെന്നില്ല. ഈ പ്രവാചകന്റെ ഖബറിന്റെയും പള്ളിയുടെയും ഇടയിൽ കൂടെ ആയിരിക്കും നീ നടക്കേണ്ടി വരിക എന്ന് മുആദിനോട് പറഞ്ഞപ്പോൾ മുആദ് തന്റെ 2 കൈകൾ കൊണ്ട് മുഖം പൊത്തി കരയുകയാണ്, പൊട്ടി പൊട്ടി കരയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വേർപാട് പോലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ഹജ്ജത്തുൽ വിദാഇന് ശേഷം ഏകദേശം 81 ദിവസമാണ് റസൂലുള്ളാഹി ഈ ലോകത്ത് ജീവിച്ചത്. റസൂലുള്ളാഹി മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. രോഗം വരികയാണ്. അവിടെ വെച്ച് റസൂലുള്ളാഹി ചോദിക്കുന്നു, എന്തൊരു വേദനയാണ് മൈമൂന, ഇത് എന്തൊരു വേദനയാണ്? എന്നിട്ട് ചോദിക്കുകയാണ്, ഐന ഗദൻ, ഐന ഗദൻ, നാളെ ഞാൻ എവിടെയാണ്? ആരുടെ വീട്ടിലാണ്? ആരുടെ വീട്ടിലാണ് ഞാൻ കിടക്കേണ്ടത്? എന്റെ ആയിഷാന്റെ വീട്ടിൽ എനിക്ക് പോകാൻ പറ്റുമോ? പ്രവാചകൻ ചോദിക്കുകയാണ്. സഹാബത്തും പത്നിമാരും പ്രവാചകന്റെ ആഗ്രഹം മനസ്സിലാക്കുകയാണ്. അങ്ങനെ 2 പേരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പ്രവാചകനെ ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്വഹാബിമാര് പറയുകയാണ്, പ്രവാചകനെ കൊണ്ടുപോകുമ്പോൾ റസൂലുള്ളാഹിന്റെ വിരലുകൾ മണൽത്തറയിലൂടെ വലിച്ചു കൊണ്ടുപോയ അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. പ്രവാചകൻ അത്രമാത്രം പ്രയാസം അനുഭവിച്ചിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ 2 ദിവസമാണ് കഴിഞ്ഞത്. ശരീരത്തിന് ഒരു ആശ്വാസം തോന്നിയപ്പോൾ പള്ളിയിലേക്ക് കയറി ചെല്ലുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ വെച്ച് ജനങ്ങളെ വിളിച്ചു പറയുന്നു, ഇന്ന അബ്ദൻ ഉൽദത അലൈഹി ദുനിയ വസീനതുഹാ. അള്ളാഹുവിന്റെ ഒരു അടിമക്ക് ദുനിയാവും അതിന്റെ സൗകര്യങ്ങളും സൗരഭ്യവും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഫഖ്താറൽ ആഖിറ. എന്നാൽ ആ അടിമ ഇഹലോകമല്ല തെരഞ്ഞെടുത്തത്, പരലോകമാണ്, ആഖിറത്താണ് തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞപ്പോൾ അബീ സഈദ് അൽ ഖുദ്രി പറയുകയാണ്, ഫലം യഫ്തിൻ ലഹാ അഹദുൻ മിനൽ ഖൗമി ഇല്ലാ അബൂബക്കർ. അബൂബക്കർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ സ്വഹാബിയും കരഞ്ഞില്ല. കാരണം അവർക്കാർക്കും മനസ്സിലായില്ല. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായി, അത് എൻ്റെ ഹബീബായ റസൂലിന്റെ വഫാത്തിന്റെ സൂചനയാണ് എന്ന്. വീണ്ടും രോഗം മൂർച്ഛിക്കുകയാണ്. അബൂബക്കറിനോട് ഇമാമത്ത് നമസ്കരിക്കാൻ കൽപ്പിച്ചു.
അങ്ങനെ സ്വഹാബത്ത് സുബഹി നമസ്കരിക്കുന്നതാണ് തൻ്റെ വിരിപ്പ് മാറ്റിക്കൊണ്ട് റസൂലുള്ളാഹി കാണുന്നത്. അങ്ങനെ പ്രവാചകൻ മരിക്കുന്നതിന് മുമ്പ് അവസാനമായി റസൂലുള്ള തൻ്റെ ഉമ്മത്തിനെ കണ്ടത് അവർ നമസ്കരിക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ മടിത്തട്ടിൽ കിടക്കുകയാണ് റസൂലുള്ള. പ്രിയപ്പെട്ട മകളെ വിളിക്കുന്നു, ഫാത്തിമ, എൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ, ഇത് വാപ്പാന്റെ മരണമാണ് ഫാത്തിമ. റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുകയാണ്. വാപ്പാന്റെ വേദന കണ്ട് പൊന്നുമോൾ പൊട്ടിക്കരയുകയാണ്. കരയണ്ട മകളെ ഫാത്തിമ, നാളെ എൻ്റെ അടുക്കൽ ആദ്യമായി വന്നെത്തുന്നത് നീയായിരിക്കും ഫാത്തിമ. നാളെ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവായിരിക്കും ഫാത്തിമ. പിന്നെ വരുന്നത് പേരക്കുട്ടികളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പേരമക്കളെ ഉമ്മ വെക്കുകയാണ്. എല്ലാ ഭാര്യമാരോടും യാത്ര ചോദിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിലാണ് കിടക്കുന്നത്. റസൂലുള്ളാഹിന്റെ നെറ്റിടം ഒരു കഷ്ണം തുണി കൊണ്ട് നനച്ചു കൊടുക്കുകയാണ്. വേദന സഹിക്കാതെ വന്നപ്പോൾ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം നിന്ന് വന്ന വാക്കുകൾ, ആയിഷ ആയിഷ ഇന്ന ലിൽ മൗതി സഖറാത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാതെ നമ്മുടെ പ്രവാചകൻ, മുത്തിന്റെ മുത്തായ കരളിന്റെ കഷ്ണമായ പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, ആയിഷ ഇന്നലിൽ മൗതി സഖറാത്ത്. ഈ മരണത്തിന് എന്തൊരു വേദനയാണ് ആയിഷ, സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അന്നി അലാ ഗമറാത്തിൽ മൗതി വസഖറാത്തിൽ മൗത്ത്. അല്ലാഹുവേ, ഈ മരണത്തിന്റെ വേദന ഒന്ന് ചുരുക്കി തരണമേ അല്ലാ. ആരാണ് ഈ പ്രാർത്ഥിക്കുന്നത്? ഇന്ന് വരെ ഒരാൾക്കും ഒരു ദ്രോഹം ചെയ്യാത്ത പ്രവാചകൻ, ഒരാളെയും വേദനിപ്പിക്കാത്ത പ്രവാചകൻ, പാവങ്ങളോട് കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, തൻ്റെ അനുചരന്മാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറിയ പ്രവാചകൻ, ഏറ്റവും നല്ല ഭർത്താവായ, ഏറ്റവും നല്ല അയൽവാസിയായ, ഏറ്റവും നല്ല പിതാവായ, ഏറ്റവും നല്ല നേതാവായ, ഏറ്റവും നല്ല ഭരണാധികാരിയായ, മനുഷ്യരിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ പറയുന്നു, ഈ മരണത്തിന്റെ വേദന ഒന്ന് ലളിതമാക്കി തരണമേ അല്ലാ, സഹിക്കാൻ പറ്റുന്നില്ല അല്ലാ. അല്ലാഹുമ്മ അന്നി അലാ ഗമറാത്തിൽ മൗതി വസഖറാത്തിൽ മൗത്ത്. ഇതാണ് പ്രവാചകന്റെ അവസ്ഥ എങ്കിൽ എന്തായിരിക്കും സഹോദരന്മാരെ നമ്മളുടെയൊക്കെ അവസ്ഥ? നാം എല്ലാവരും അനുഭവിക്കാൻ പോകുന്ന ഈ ഒരു അവസ്ഥയാണിത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. മരണത്തിന്റെ വേദന അത് നാം അനുഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ യാത്രയാവുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹു വിളിച്ച് പറയുന്നു, മാത റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണ് ചിമ്മി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറയുന്നു. സഹോദരി സഹോദരന്മാരെ, നാളെ നമ്മളും ഈ ലോകത്തോട് വിട പറയും. മരണത്തെക്കാൾ വലിയ ഒരു യാഥാർത്ഥ്യമില്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. പ്രവാചകരെ അവരോട് പറയുക, നിങ്ങൾ ഓടിയകലുന്ന ഏതൊരു മരണത്തിൽ നിന്നാണോ അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവന്റെ മരണത്തിന്റെ സമയമായാൽ ഒരു നിമിഷം പോലും അവൻ നീട്ടിക്കൊടുക്കുകയില്ല. സഹോദരിമാരെ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഅബുൻ വലഹ്. ഈ ജീവിതം എന്ന് പറഞ്ഞത് വെറും ഒരു കളിതമാശ മാത്രമാണ്. നമ്മുടെ ജീവിതം പെട്ടെന്ന് കടന്നു പോകും. റമളാൻ മാസം എന്നാ തുടങ്ങിയത്? ഇന്ന് ഇപ്പോൾ നമ്മൾ അവസാനത്തെ 10 എത്തി നിൽക്കുകയാണ്. നമ്മൾ ചിന്തിക്കാത്ത വേഗത്തിലാണ് റമദാൻ കടന്നുപോയത്. നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ നാളെ
മരണത്തിൻ്റെ വാതിൽക്കേ വന്ന് മുട്ടും. നമ്മുടെ ജീവിതം ഇതുപോലെ കടന്നു പോകും. സഹോദരന്മാരെ, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തില്ലെങ്കിലും ഇനി ഞാൻ പറയാൻ പോകുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ ഒരിക്കലും മരണപ്പെട്ടു പോയി സത്യവിശ്വാസികൾ, നിങ്ങളൊരു മുസ്ലിം അല്ലാതെ കൊണ്ട് നിങ്ങൾ മരിക്കരുത്. എന്താ പറഞ്ഞതിന്റെ സാരം? നിങ്ങൾ മുഹമ്മദും എന്നുള്ള നാമകാര്യങ്ങളായി മരിക്കുന്ന വിഷയത്തെക്കുറിച്ചല്ല ഖുർആൻ ഇവിടെ പരാമർശിക്കുന്നത്. മരണം നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ റൂഹിനെ പിടിക്കാൻ വേണ്ടി മലക്ക് വരുന്ന സമയത്ത് നിങ്ങൾ മുസ്ലിം ആയിരിക്കണം. നിങ്ങൾ അള്ളാഹുവിനോട് അനുസരണയുള്ള ഒരു മനുഷ്യനായിട്ടേ നിങ്ങൾ മരണത്തെ കണ്ടുമുട്ടാൻ പാടുള്ളൂ. അള്ളാഹുവിനോടുള്ള അനുസരണക്കേട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആവരുത് നിങ്ങൾ മരണപ്പെടുന്ന സമയം. അള്ളാഹ് പറയാണ്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രവാചകൻ പറയുകയാണ്, തമൂതൂന കമാ തഹ്യഊൻ. നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ആയിരിക്കും നിങ്ങൾ മരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ മുൻഗണനാ ക്രമങ്ങൾ എന്തായിരുന്നു? നിങ്ങൾ ഏത് രൂപത്തിലാണ് ഇഹലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അത് പ്രകാരമായിരിക്കും നിങ്ങളുടെ മരണവും. ഒരുപാട് ആളുകൾ മരണപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നവരുണ്ട്, ഖുതുബ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുന്നവരുണ്ട്, സുജൂദിൽ കിടന്നുകൊണ്ട് മരണപ്പെടുന്നവരുണ്ട്, വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് മരണപ്പെടുന്നവരുണ്ട്, പാട്ട് പാടി മരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു വീഴുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അത്താഴം പോലും കഴിക്കാതെ പട്ടിണി കിടന്നുകൊണ്ട് നോമ്പനുഷ്ഠിച്ചിട്ട് ഈ ലോകത്തോട് വിട പറയുന്ന കുട്ടികൾ ഗസയിൽ മരണപ്പെട്ട് വീഴുന്നുണ്ട്. തമൂതൂന കമാ തഹ്യഊൻ. നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അപ്രകാരമായിരിക്കും നിങ്ങൾ മരിക്കുക. വതുഹ്ശറൂന കമാ തമൂതൂൻ. നിങ്ങൾ എങ്ങനെയാണോ മരണപ്പെട്ടത് അപ്രകാരമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. നിങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ടാണോ മരണപ്പെട്ടത്, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ സുജൂദിലായിരിക്കും. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടാണോ മരണപ്പെട്ടത്, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടായിരിക്കും. അതല്ല നിങ്ങൾ പാട്ട് പാടിക്കൊണ്ടാണോ മരണപ്പെട്ടത്, അതേ രൂപത്തിലായിരിക്കും നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുക. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങൾ എങ്ങനെയാണോ മരിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ആയിരിക്കും നാളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ തവഫന മുസ്ലിമൻ വ അൽഹഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ അർഹം മൗതാന വ ജമീഅൽ മൗതൽ മുസ്ലിമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി വയഫ്ഖഹു ഖൗലി. പ്രിയ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീഴ്ചകൾ സംഭവിച്ച് പോവാത്തവരായിട്ട് ആരുമില്ല. മനുഷ്യരുടെ പ്രകൃതിയിൽപ്പെട്ടതാണ് തെറ്റുകൾ സംഭവിച്ചു പോവുക എന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു ബനി ആദം ഖത്താ വഖൈറു ഖത്താഇന തവ്വാബൂൻ. ആദമിൻ്റെ സന്തതികൾ ഒക്കെ തന്നെയും തെറ്റുകൾ ചെയ്തു പോകുന്നവരാണ്. തെറ്റ് ചെയ്യുന്നവരിൽ
നല്ലവർ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. നമ്മുടെ എല്ലാ കർമ്മങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അള്ളാഹു പറയുന്നു, മാ യൽഫദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. തിട്ടപ്പെടുത്താൻ നിരീക്ഷകർ അവരുടെ സാന്നിധ്യത്തിലല്ലാതെ ഒരു ഖൗല് പോലും, ഒരു വാക്കുപോലും ഉരിയാടപ്പെടുന്നില്ല. ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് പ്രവൃത്തികൾ റെക്കോർഡ് ചെയ്യപ്പെടുകയും അത് പുനരാവിഷ്കരിക്കപ്പെടുകയും ചെയ്യും എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ യാതൊരു പ്രയാസവുമില്ല. എന്നാൽ നമ്മുടെ റെക്കോർഡുകൾ എങ്ങനെയായിരിക്കും എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഒരു 4 ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടാൻ പറ്റുന്നതാണോ? നമ്മുടെ കൂട്ടുകാരുടെ മുമ്പിൽ, നമ്മുടെ വീട്ടുകാരുടെ മുമ്പിൽ, നമ്മുടെ സഹോദരന്മാരുടെ മുമ്പിൽ, സഹോദരിമാരുടെ മുമ്പിൽ, നമ്മുടെ ഗുരുനാഥന്മാരുടെ മുമ്പിൽ, ശിഷ്യഗണങ്ങളുടെ മുമ്പിൽ നമ്മുടെ പ്രസംഗം ശ്രവിച്ച ആളുകളുടെ മുമ്പിലൊക്കെ നമ്മളുടെ ചെയ്തികൾ പ്രദർശിക്കപ്പെട്ടാൽ അത് അത്ര തെളിഞ്ഞതാണോ എന്ന് നാം പരിശോധിക്കണം. അന്ത്യനാളിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ ഭൂമിയിൽ അവസാനമായി ജനിച്ചു വീഴുന്ന കുഞ്ഞ് വരെ സാക്ഷിയാവുന്ന മഹാസമ്മേളനത്തിൽ വെച്ച് മനുഷ്യൻ ചെയ്ത പ്രവൃത്തികൾ, അവരവരുടെ പ്രവൃത്തികൾ കൊണ്ടുവരപ്പെടുമ്പോൾ അവിടെ സാക്ഷിയാവുന്നത് ആരൊക്കെയാണ്? മനുഷ്യർ മാത്രമല്ല. ഖുർആനിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ സാക്ഷിയാവുന്നത് യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാലഹ. ഭൂമി അതിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് നിങ്ങൾ ആ പ്രവൃത്തി ചെയ്തത് എന്ന് സാക്ഷി പറയുമ്പോൾ അത്തരം സാക്ഷികളെ നിഷേധിക്കാൻ കഴിയുമോ? കഴിയില്ല. അന്ന് ആ ദിവസം യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾ മൂടിക്കെട്ടി സീലി വെക്കപ്പെടും. അവിടെ സംസാരിക്കുന്നത് വതുക്കല്ലിമ ഐദീഹിം, അവരുടെ കൈകളാണ് സംസാരിക്കുക. വതഷ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി പറയും. ബിമാ കാനു യക്സിബൂൻ, എന്താണ് അവൻ ഭൂമിയിൽ ചെയ്തു പോയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവൻ ഭൂമിയിൽ ചെയ്തത് എന്നത് അതിന് സാക്ഷി പറയുന്നത് കാലുകളും സംസാരിക്കുന്നത് കൈകളുമായിരിക്കും. അവിടെ കൊണ്ട് തീരുന്നില്ല. മൂന്നാമതൊരു സാക്ഷി വരുന്നുണ്ട്. ആ സാക്ഷി പറച്ചിലിൽ മനുഷ്യൻ തകർന്നു പോവുകയാണ്. ആരാണ് ആ സാക്ഷി എന്ന് അറിയാമോ? നമ്മുടെ ചർമ്മം വില കൂടിയ ലേപനങ്ങൾ തേച്ച് മിനുക്കി നടന്ന, വെളുപ്പിച്ച് തിളക്കി വെച്ച ആ ചർമ്മം മനുഷ്യനെ എതിരെ സാക്ഷി പറയുകയാണ്. അപ്പോൾ മനുഷ്യൻ പറഞ്ഞു പോകും, കാലു ലിജുലൂദിഹിം, അവരവരുടെ തൊലികളോട് പറയും, ലിമ ഷഹബ്തും അലൈന, നീ എനിക്കെതിരെ സാക്ഷി പറയുന്നു. സ്വന്തം തൊലി ഒരാൾക്കെതിരെ സാക്ഷി പറയുമ്പോൾ അതിൽ അത്ഭുതപ്പെട്ട് ആകുലനായി ആ മനുഷ്യൻ ചോദിക്കുകയാണ്, ലിമ ഷഹിദ്തും അലൈന, ഈ തൊലിയെ നീയും എനിക്കെതിരെ സാക്ഷി പറയുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യന് ഒരു രക്ഷയുമില്ലാത്ത സന്ദർഭങ്ങളിൽ ചില മഹാഭാഗ്യവാന്മാരുണ്ട്. അവർ ആകുലതയോടെ തൻ്റെ ദുഷ്കർമ്മങ്ങളെ കൊണ്ടുവരപ്പെടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, വിഷമിച്ചുകൊണ്ട്, ദുഃഖത്താൽ നിൽക്കുമ്പോൾ അവിടെ അവൻ്റെ ദുഷ്കർമ്മങ്ങളെ കാണുകയില്ല. അതിന് പകരം അവൻ കാണുന്നത് അവൻ്റെ സൽക്കർമ്മങ്ങളാണ്. ആരാണവർ? ഇല്ലാമൻ താവ വആമന വഅമില അമലൻ സാലിഹൻ ഉലൈക യുബദ്ദിൽ അല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്തവർ, അവരുടെ തിന്മകളെ അള്ളാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കും. എത്ര മഹാഭാഗ്യവാന്മാരാണ്! സയ്യിആതിഹിം യുബദ്ദിൽ അല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവരുടെ തിന്മകളല്ല അവരെ കാണുന്നത്, അവർ നന്മകളാണ്. തൗബ എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള മടക്കമാണ്.
അടിമ നാഥനിലേക്കുള്ള മടക്കമാണ്. തൗബയുടെ അർത്ഥം മടക്കം എന്നാണ്. അള്ളാഹു തൻ്റെ അടിമയിലേക്കുള്ള മടക്കം. ആ സംഗമത്തെയാണ് തൗബ എന്ന് പറയുന്നത്. ഒരാൾ അള്ളാഹുവിൽ നിന്ന് അകന്ന് ഒരുപാട് ദുഷ്പ്രവൃത്തികൾ ചെയ്ത് അള്ളാഹുവിലേക്ക് തിരിച്ചു വരുമ്പോൾ അള്ളാഹു വളരെയധികം സന്തോഷിക്കുന്നു. എത്രത്തോളം എന്നാൽ പ്രവാചകൻ ഒരിക്കൽ അനുചരന്മാർക്ക് വിവരിച്ചു കൊടുക്കുകയുണ്ടായി. ഒരാൾ ദീർഘദൂരം യാത്ര ചെയ്യുകയാണ്. തൻ്റെ ഭക്ഷണവും പാനീയവും ഒട്ടകത്തിൻ്റെ പുറത്ത് കെട്ടിവെച്ച് ദൂരം യാത്ര ചെയ്ത് മരുഭൂമിയിൽ എവിടെയോ വിജനമായ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ ഒട്ടകം നഷ്ടപ്പെടുകയാണ്. വെള്ളമില്ല, ഭക്ഷണമില്ല, സഞ്ചരിക്കാൻ വാഹനമില്ല. നിരാലംബനായി, നിരാശ്രനായി, ഇനി ജീവിതം മുട്ടി മരിക്കുകയല്ലാതെ മറ്റു വഴിയില്ല എന്ന് ആശയറ്റുകൊണ്ട് ദുഃഖത്താൽ ക്ഷീണത്താൽ അവൻ അല്പം ഇരുന്ന് കണ്ണടഞ്ഞു പോവുകയാണ്. അവൻ അല്പം ഉറങ്ങിപ്പോവുകയാണ്. കണ്ണ് തുറന്നപ്പോൾ അതിൻ്റെ മുമ്പിൽ അതാ ഒട്ടകം വന്നു നിൽക്കുന്നു. അതിൻ്റെ മുകളിൽ ഭക്ഷണമുണ്ട്, പാനീയമുണ്ട്. അപ്പോൾ സന്തോഷത്താൽ അയാൾ പറഞ്ഞു പോവാണ്, അല്ലാഹുമ്മ ഇന്നക അബ്ദി അന റബ്ബുക്ക്. നമ്മൾ സാധാരണ മലയാളത്തിൽ എൻ്റെ റബ്ബേ എന്ന് വിളിക്കുന്നതിന് പകരം അള്ളാഹുവെ എൻ്റെ അടിമേ എന്ന് തിരിച്ചു പറഞ്ഞു പോവുകയാണ്. അള്ളാഹുവെ നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ റബ്ബുമാണല്ലോ എന്നാണ് അദ്ദേഹം ആ സന്തോഷത്താൽ പറഞ്ഞു പോയത്. ആ സന്തോഷത്തിൻ്റെ ആധിക്യമാണ് അവിടെ സൂചിപ്പിച്ചത്. അതുപോലെയാണ് ഒരാൾ അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ, അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആകാശലോകത്ത് അള്ളാഹു കൈകൾ നിവർത്തിപ്പിടിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഇന്നല്ലാഹ യബ്സുത്തു യദഹു ബില്ലൈലി ലിമുസി അന്നഹാർ. രാത്രി മുഴുവനും പകലുവോളം കൈകൾ നിവർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ ഏതേത് അടിമയാണ് എന്നോട് പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുന്നത്, എന്നോട് ചോദിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട് അള്ളാഹു കാത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ വഇന്നല്ലാഹ യബ്സുത്തു യദഹു ബിന്നഹാരി ലിമുസീഉൽ ലൈൽ. പകൽ മുഴുക്കെ രാത്രിയോളം അള്ളാഹു കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരാണ് എന്നെ വിളിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹത്താ തത്ലഅ അശംസ മിൻ മഅരിബിഹാ. സൂര്യൻ പടിഞ്ഞാറുദിക്കുന്ന ദിവസം വരെ, അന്ത്യനാൾ വരെ അള്ളാഹുവിൻ്റെ ആ കാത്തിരിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കും. അള്ളാഹുവിലേക്ക് തിരിച്ച് അടുക്കുക എന്നത് ഏറെ പ്രിയകവും അള്ളാഹുവിനേറെ സന്തോഷകരമായ സംഭവമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒരാളുടെ തൗബ സ്വീകരിക്കണമെങ്കിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ 4 കാര്യങ്ങൾ, 4 ഷർത്തുകൾ ശരിയാവണം. ഒന്ന്, അയാൾക്ക് ആത്മാർത്ഥത ഉണ്ടാവണം. ഇഖ്ലാസ് നിയത്തിൽ ഇല്ലാഹി തആല മിൻ ഹാദിഹി തൗബ. ആ തൗബയിൽ ആത്മാർത്ഥത ഉണ്ടാവുക എന്നതാണ്. രണ്ടാമത്തെ ഇഖ്ലാ അൻ ദംബി തറക്കഹ. ചെയ്തു പോയ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക, അത് ഉപേക്ഷിക്കുക എന്നതാണ്. മൂന്നാമത്തത് അന്നദമ അല ഇത്തിയാനഹു വൽ വഖൂഹു ഫീഹി മിൻ ഖബൽ. മുമ്പ് ചെയ്തു പോയ ആ തെറ്റിൽ തീവ്രമായ ദുഃഖമുണ്ടാവുക എന്നതാണ്. നാലാമത്തത് അഖദ് അസമ അല അദമൽ ഔദ്. ദൃഢനിശ്ചയം, ഇനി ഒരിക്കലും തന്നെ അതിലേക്ക് മടങ്ങുകയില്ല എന്ന ആ തിന്മ ഇനി ഞാൻ ചെയ്യുകയില്ല എന്ന ദൃഢനിശ്ചയം, ദൃഢപ്രതിജ്ഞ, ദൃഢമായ തീരുമാനം അവൻ കൈക്കൊള്ളുക എന്നതാണ്. ഈ 4 കാര്യങ്ങളും ഒത്തിണങ്ങിയാൽ അള്ളാഹു ഏതൊരാളുടെയും തൗബ സ്വീകരിക്കുമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അള്ളാഹു പറയുന്നു, കുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. നബിയെ, താങ്കൾ അവൻ്റെ ശരീരത്തോട്, അവൻ്റെ നഫ്സിനോട് അതിക്രമങ്ങൾ പ്രവർത്തിച്ചു പോയ എൻ്റെ അടിമയോട് പറയുക, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നീ നിരാശപ്പെടരുത്. നീ എത്രത്തോളം തിന്മ ചെയ്താലും അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടില്ല എന്നുള്ള ഒരു നിലപാട് നിനക്ക് വേണ്ട. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നീ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് അള്ളാഹു. റഹ്മത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ്. അള്ളാഹുവിൻ്റെ അർശിൻ്റെ മുകളിൽ
എഴുതി വെക്കപ്പെട്ട ഒരു വാചകമുണ്ട്. ആ വാചകം ഇങ്ങനെയാണ്: ഇന്ന റഹ്മത്തി സബഖത്ത് അലബി. അർഷിന്റെ മുകളിൽ എഴുതി വെച്ചതാണ്. ഇന്ന റഹ്മത്തി സബഖത്ത് അലബി. തീർച്ചയായും എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ മറികടന്നിരിക്കുന്നു. നമ്മൾ ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ദുഷ്പ്രവൃത്തികളിൽ അള്ളാഹുവിൻ്റെ കോപം പതിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? എന്നാൽ അത് തടഞ്ഞു നിർത്തുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. റഹ്മാനു റഹീമുമായ തമ്പുരാൻ അവൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് വിടുതൽ തരികയാണ്. അതുപോലെ തന്നെ അർഷിൻ്റെ താഴെ തഹ്തൽ അർഷ് എഴുതി വെച്ചിട്ടുണ്ട് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. ഈ രണ്ട് വാചകവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഒന്ന്, അള്ളാഹു അവൻ്റെ അടിമയോടുള്ള ബന്ധമാണ്. അള്ളാഹു അവൻ്റെ അടിമയോടുള്ള സമീപനമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ വിടുതൽ, ഇതൊക്കെ അവൻ അടിമയോടുള്ള കരുതലാണ്. എന്നാൽ താഴെ എഴുതി ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്നുള്ളത് തൻ്റെ അടിമ അള്ളാഹുവിനോടുള്ള സമീപനമാണ്. അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ, അള്ളാഹുവിൻ്റെ കുദറത്തില്ലാതെ എനിക്ക് ശ്വാസം വിടാൻ പോലും സാധ്യമല്ല, മനുഷ്യന് യാതൊന്നും സാധ്യമല്ല എന്ന തിരിച്ചറിവാണ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. ഈ വാചകവുമായി ബന്ധപ്പെട്ട് ഒരു കൂടിക്കാഴ്ച ലക്കിയൽ അലമേൻ, ഏറ്റവും മഹോന്നതരായ രണ്ട് പ്രവാചകന്മാരുടെ ഒരു കൂടിക്കാഴ്ചയുണ്ട്. ഇസ്രാ മിറാജ് രാത്രിയിൽ മക്കയിൽ നിന്ന് ഫലസ്തീനിലെ ഖുദ്സിലേക്ക് ഇസ്രാ യാത്ര നടത്തി അവിടെ നിന്ന് ആകാശാരോഹണം നടത്തുകയാണ്, മിഅ്റാജ് നടത്തുകയാണ്. 7-ാം ആകാശത്ത് വെച്ച് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കണ്ടുമുട്ടുകയാണ്. ജിബ്രീലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ ബൈത്തുൽ മഅമൂറിന്റെ ചാരെ ഇരിക്കുന്ന ഇബ്രാഹിം അലൈഹി ഇസ്ലാം ജിബ്രീലിനോട് ചോദിക്കുകയാണ്, മൻ മഅക യാ ജിബ്രീൽ. ജിബ്രീൽ, ആരാണ് നിന്റെ കൂടെയുള്ളത്? അപ്പോൾ ജിബ്രീൽ പറയുകയാണ്, ഖാല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഗതം ചെയ്യുകയും എൻ്റെ സലാം നിന്റെ ഉമ്മത്തിനെ അറിയിക്കുകയും ചെയ്യണം എന്ന് പറയുകയാണ്. അതിനുശേഷം ഒരു ഉപദേശം നൽകുകയാണ്. എന്താണ് ഉപദേശം? യക്സിർ ബി അറാസത്തിൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള കൃഷിയെ നീ വർദ്ധിപ്പിക്കുക. റസൂൽ ചോദിക്കുകയാണ്, മാ അറാസത്തിൽ ജന്ന, എന്താണ് സ്വർഗത്തിലുള്ള കൃഷി? സ്വർഗത്തിലേക്ക് ആവശ്യമായ കൃഷി എന്ന് പറയുന്നത് എന്താണ്? ഖാല ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന ഒരടിമയുടെ അള്ളാഹുവിനോടുള്ള ആ സമീപനമാണ്. അള്ളാഹുവിൻ്റെ ശക്തിയല്ലാതെ മറ്റൊന്നും എനിക്ക് സാധ്യമല്ല എന്ന് അവൻ്റെ ബോധ്യവും തിരിച്ചറിവുമാണ് അത് എന്നതാണ് ഇബ്രാഹിം അലൈഹി സ്വലാം നമുക്ക് നൽകിയ ഉപദേശം. മനുഷ്യൻ വലിയ ദോഷങ്ങൾ ചെയ്തു പോയാൽ തൗബ ചെയ്ത് മടങ്ങാറുണ്ട്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. റസൂൽ തൻ്റെ പ്രിയ പത്നിയെ വിളിച്ചു പറയുകയാണ്, യാ ആയിഷ ഇയ്യാക്കി മുഹ്കറാത്ത് ദുനൂബ്, ചെറുദോഷങ്ങളെ നീ സൂക്ഷിക്കണം ആയിഷ. ഫൈനലഹ മിനല്ലാഹി ത്വാലിബൻ, അത് അള്ളാഹുവിൻ്റെ കോപം അതിൽ വന്നു ചേരും, അത് മനുഷ്യനെ നശിപ്പിച്ച് കളയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായി ഈ ഒരു സംഗതി വിവരിക്കുന്നുണ്ട്. ഒരിക്കൽ റസൂലും സഹാബാത്തുക്കളും യാത്ര ചെയ്യുകയാണ് മരുഭൂമിയിലൂടെ. ആ യാത്രയിൽ അല്പം വിറക് കൊണ്ടുവരാൻ റസൂൽ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ സഹാബ കിറാമുകൾ ചോദിക്കും, ഇവിടെ എവിടെയാണ് വിറക് റസൂലെ? റസൂൽ പറഞ്ഞു, നമുക്ക് തിരയാം. അങ്ങനെ അവർ മരുഭൂമിയിൽ തിരയുകയാണ്. നിങ്ങൾ ഒരു ചെറിയ മരക്കഷ്ണം, ഒരു കൊള്ളിക്കഷ്ണമാണ് കിട്ടുന്നതെങ്കിൽ പോലും അത് കൊണ്ടുവരിക. അങ്ങനെ സഹാബാക്കൾ മുഴുവൻ കിട്ടിയ തുണ്ട് കഷ്ണം മരക്കഷ്ണങ്ങളുമായി വന്ന് ഒരു സ്ഥലത്ത് സ്വരൂപിച്ച് വെക്കുകയാണ്. അങ്ങനെ അവിടെ വലിയൊരു കൂമ്പാരമായി. അപ്പോൾ റസൂൽ പറഞ്ഞു, നോക്കൂ, നമുക്ക് ആവശ്യത്തിലധികം വിറക് കിട്ടിയിരിക്കുന്നു. ഇതുപോലെയാണ് നിങ്ങളുടെ ചെറുദോഷങ്ങൾ. നിങ്ങൾ കാണാതെ പോകുന്ന, നിങ്ങൾ അവഗണിക്കുന്ന, നിങ്ങൾ അറിയാതെ വരുന്ന ഈ ചെറുദോഷങ്ങൾ കുമിഞ്ഞുകൂടി അത് നിങ്ങളെ തന്നെ നശിപ്പിച്ചു കളയും, നിങ്ങളെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തെ തടയുകയും ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ചെറുദോഷങ്ങളെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഒരു പാപവും ചെയ്യാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണമെങ്കിൽ ചെറുദോഷങ്ങളെ അവഗണിക്കപ്പെടുക എന്നത് മനുഷ്യന് സംഭവിക്കുന്ന വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തെ നന്നാക്കുക, സൽഗുണങ്ങൾ ഉണ്ടാക്കുക,
മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന അസൂയ, കുശുമ്പ് എന്നുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ ദോഷങ്ങൾ, ആ ദോഷങ്ങളെയൊക്കെ എടുത്തു മാറ്റുക. അത് കുമിഞ്ഞു കൂടുമ്പോൾ മീസാനിൻ്റെ തിന്മയുടെ ഭാഗത്ത് അത് കനം തൂങ്ങുകയും നമ്മൾ പരാജിതരാകപ്പെടുകയും ചെയ്യും. അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ ആഖിറത്തിൽ മാത്രമല്ല ഇഹലോകത്തും അള്ളാഹു സർവൈശ്വര്യങ്ങളും നൽകും. വസാരിഉ ഇലാ മഅഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത അർളുഹ സമാവാതി വൽ അർളു ഉഇദ്ദത ലിൽ മുത്തഖീൻ. അള്ളാഹുവിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടടുക്കുക, അള്ളാഹുവിൻ്റെ മഅഫിറത്തിലേക്ക് അടുക്കുക. വജന്നത അർളുഹ സമാവാതി വൽ അർളു, ആകാശഭൂമികളോളം വിശാലമായി കിടക്കുന്ന സ്വർഗത്തിലേക്കും നിങ്ങൾ എടുക്കുക. ഉഇദ്ദത ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ എടുക്കുക. ഈ ലോകത്ത് ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന തവ്വാബ ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. യുർസിൽ സമാ അലൈക്കും മിദ്റാറ, ആകാശത്ത് നിന്ന് നിങ്ങളുടെ മേൽ മഴകൾ വർഷിക്കും. വയുംദിദുക്കും ബി അംബാലിൻ വബനീൻ, നിങ്ങളുടെ ധനം അധികരിപ്പിച്ചു തരും, നിങ്ങളുടെ സമ്പാദ്യം അധികരിപ്പിച്ചു തരും, നിങ്ങളുടെ സന്താനങ്ങൾ അധികരിപ്പിച്ചു തരും. നമുക്ക് ഈ ലോകത്തിൽ ഐശ്വര്യം എന്ന് പറയുന്നത് സമ്പത്തും സന്താനങ്ങളുമാണ്, നിങ്ങളുടെ ബിസിനസ്സാണ്. ഇതിലൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകും നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുകയാണെങ്കിൽ. എൻ്റെ നാഥനിലേക്ക് മടങ്ങിയാൽ ഈ ലോകത്തും പരലോകത്തും അവന് അള്ളാഹു പരിഗണിക്കുകയും രക്ഷ നൽകുകയുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വജഅലക്കും ജന്നാത്തും വജഅലക്കും അൻഹാറ, നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കിത്തരും, നദികൾ ഉണ്ടാക്കിത്തരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സർവൈശ്വര്യങ്ങളും അള്ളാഹു ഈ ലോകത്ത് തന്നെ നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ ഇസ്തിഗ്ഫാർ കിട്ടുന്ന, അള്ളാഹുവിൻ്റെ മോക്ഷം കിട്ടുന്ന അവൻ്റെ റഹ്മത്തിലൂടെ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.